ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവരെയും ഗുരുവായൂരപ്പനെയും കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. ഇന്നലെ നരസിംഹാവതാരം കഴിഞ്ഞ് ഭഗവാന്റെ ആ ക്രോധം ശമിക്കാതെ നിൽക്കുന്ന അവസ്ഥയിൽ അനവധി ബ്രഹ്മാവ് തുടങ്ങിയുള്ള സൃഷ്ടിയിലുള്ള അനവധി രൂപങ്ങളെന്ന് പറയുന്നതാണ് ശരി. കാരണം എല്ലാം ഭഗവാന്റെ രൂപങ്ങളായതുകൊണ്ട് ബ്രഹ്മാവ് തുടങ്ങി യക്ഷന്മാരും വിദ്യാധരന്മാരും കിന്നരന്മാരും ഒക്കെ സ്തുതിക്കുന്നു, നാഗങ്ങൾ സ്തുതിക്കുന്നു. അങ്ങനെ വിസ്തരിച്ചിട്ടുള്ളൊരു സ്തുതിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. ആ സ്തുതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവരും, ബ്രഹ്മാവ് തുടങ്ങി എല്ലാവരും പറഞ്ഞത് ഞങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ വിദ്യ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തി അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇതൊക്കെ ഈ ദുഷ്ടൻ കാരണം അടിച്ചമർത്തപ്പെട്ടു പോയിരുന്നു, അഥവാ വഴിതെറ്റിപ്പോയിരുന്നു, അഥവാ അതിൻ്റെ ശരിയായിട്ടുള്ള ഫലം തരാതെ നശിച്ചിരുന്നു എന്ന് പറയും. അതിൽ ബ്രഹ്മാവ് പറയണ എൻ്റെ ഹൃദയം ചുരുങ്ങിപ്പോയിരുന്നു, അവിടുന്ന് വന്ന് അതിനെ വികസിപ്പിച്ചു. ബ്രഹ്മാവ് പറയണതിൻ്റെ ആശയം അതാണ്. എൻ്റെ മനസ്സ് ചുരുങ്ങിപ്പോയി. നമ്മുടെയൊക്കെ മനസ്സ് സങ്കുചിതാവുമ്പോൾ അത് വന്ന് വികസിപ്പിക്കാൻ ഭഗവാൻ വരണം. എപ്പോഴാണ് മനസ്സ് സങ്കുചിതാവുക? അഹങ്കാരം വരുമ്പോഴാണ്. എത്രത്തോളം അഹങ്കാരം വർദ്ധിക്കണോ അത്രയും മനസ്സ് ചുരുങ്ങി വരും. പുറത്തുനിന്നുള്ളതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സ്ഥലം നമ്മുടെ ഹൃദയത്തിലുണ്ടാവില്ല. മനസ്സ് ചുരുങ്ങിപ്പോവും. ബ്രഹ്മാവ് പറയണ എൻ്റെ മനസ്സ് ചുരുങ്ങിപ്പോയിരുന്നു ഇവൻ കാരണം, അതങ്ങ് വികസിപ്പിച്ചു. ഇവൻ അന്ധകാരത്തിൻ്റെ സ്വരൂപമാണ്, അഹങ്കാരത്തിൻ്റെ സ്വരൂപമാണെന്ന് ബ്രഹ്മാവ് വളരെ സ്പഷ്ടമായിട്ട് ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കും. ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തരും പറഞ്ഞു വിദ്യാധരന്മാർ വരും. ഞാൻ ചിത്രകേതുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ആരാ വിദ്യാധരന്മാരെന്ന്. അവർ അറിവ് ആണ് അവരുടെ, അറിവ് സമ്പാദിക്കലും അറിവ് പ്രചരിപ്പിക്കലുമാണ് അവരുടെ ഒരു പ്രധാന ധർമ്മം. ശൈവരാണ് അവർ ശരിക്കും കൂടുതൽ. യക്ഷന്മാർ, കുബേരൻ്റെ ആൾക്കാരും ഈ വിദ്യാധരന്മാരും കൂടുതലും ശിവഭക്തരാണ്. വിദ്യാധരന്മാർ പറഞ്ഞ് ഞങ്ങളുടെ വിദ്യ ഇവൻ നശിപ്പിച്ചു എന്നാണ് പറയണം. അഹങ്കാരം വിദ്യയെ നശിപ്പിക്കും. അതേപോലെ തന്നെ പ്രജാപതി, ഗന്ധർവന്മാർ, ചാരണന്മാർ, യക്ഷന്മാർ, കിംപുരുഷന്മാർ, വൈതാളികന്മാർ ഇവരൊക്കെ സ്തുതിക്കും. അതിൽ യക്ഷന്മാർ സ്തുതിക്കുമ്പോൾ ഒരു വാക്കുണ്ട്, അത് വളരെ രസമാണ്. നരഹരേ എന്നല്ല പറഞ്ഞത്, നരഹര എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, നരഹര എന്നാണ് പറയണത്. മഹാദേവൻ്റെ ഭക്തന്മാരായതുകൊണ്ട് അവർ ഭഗവാനെയാണ് കാണുന്നത് നരസിംഹത്തിൽ. അതിലൊരു സത്യമുണ്ട്. വിഷ്ണുവിൻ്റെ 2 അവതാരങ്ങളിലാണ് രുദ്രാംശം ഏറ്റവും വർദ്ധിച്ചിരിക്കുന്നത്. ഒന്ന് നരസിംഹത്തിൽ, 2 ശ്രീരാമസ്വാമിയിൽ. ഇത് 2 എണ്ണത്തിലും നരനാരായണന്മാരിലെ നരാംശം കൂടുതലാണ് താൻ. ബാക്കി ഇപ്പോൾ കൃഷ്ണാവതാരത്തിലെത്തുമ്പോൾ നാരായണൻ ശുദ്ധമായിട്ടും നരൻ സെപ്പറേറ്റായിട്ട് അർജുനായിട്ടും മാറി. പക്ഷെ അതിന് മുമ്പുള്ള അവതാരങ്ങളിലൊക്കെ ഇതിൻ്റെ മിക്സ് കാണാൻ പറ്റും. നരസിംഹത്തിലും ശ്രീരാമൻ ഓൾമോസ്റ്റ് നരനാണ്, നാരായണൻ കുറവ്. അതുകൊണ്ട് ഈ ദുഃഖിക്കുന്നു, ദുഃഖം ദുരിതം ഇതൊക്കെ അനുഭവിക്കുന്നത് ഇപ്പോഴും നരനായിരിക്കും. നാരായണനെ ഇതൊന്നും ബാധിക്കില്ല, ശുദ്ധബ്രഹ്മാണ്. അതുകൊണ്ട് ആനന്ദസ്വരൂപമാണ്. മഹാഭാരതം എടുത്തു നോക്കിയാൽ അർജുനാണ് എല്ലാറ്റിൻ്റെയും എന്താ പറയുക, മാത്രമല്ല സൂയിസൈഡൽ ടെൻഡൻസീസ് വളരെ അധികമാണ് അർജുന്. ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ പോകും. നോക്കിയാൽ കാണാം. ഒരു മനുഷ്യൻ കാണിക്കുന്ന എല്ലാ കുഴപ്പങ്ങളും ഇതിൽ കാണാൻ പറ്റും. പ്രപഞ്ചത്തിൽ നടക്കുന്ന അധാർമികതയ്ക്കെതിരെ വരുന്ന രോഷം നരനിലൂടെയാണ് പ്രകടമാവുക. ഭഗവാന് രോഷമില്ല, ഭഗവാൻ എല്ലാം സമമാണ്, ഭേദഭാവമില്ല. അത് പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ ഇനി വരും. പക്ഷെ നരാംശം അധികമായതുകൊണ്ട് അദ്ദേഹത്തിനെ നരസിംഹം എന്നും പറയുന്നു. അത് കൂടാതെ ആ കോപം, ധാർമ്മിക രോഷം ഭഗവാന് വേണ്ടിയിട്ടല്ല ദേഷ്യപ്പെട്ടത്, ഭഗവാന് വേണ്ടിയിട്ടല്ല രൂപമെടുത്തത്, ഭക്തന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ സ്തുതിയുടെ അവസാനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഈ അഹങ്കാരത്തിനെ നശിപ്പിച്ചതിനാണ് എല്ലാവരും ഭഗവാനോട് നന്ദി പറയണത്.
ഞങ്ങളുടെ അഹങ്കാരത്തിനെ അവിടുന്ന് നശിപ്പിച്ചു, ഞങ്ങളുടെ അഹങ്കാരത്തിനെ നശിപ്പിച്ചു. അതുകൊണ്ട് ശരിക്കും ഈ ബ്രഹ്മാദികളുടെ സ്തുതി, നരസിംഹം അവതരിച്ചതിന് ശേഷമുള്ള ബ്രഹ്മാദികളുടെ സ്തുതി, നമുക്ക് അഹങ്കാരം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അഹങ്കാരമുള്ളവർ പൊതുവെ തോന്നില്ല, അത് തോന്നുകയാണെങ്കിൽ, എന്നെങ്കിലും നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനെ കുറയ്ക്കാൻ ഉപാസിക്കാവുന്ന ഒരു വിശേഷമായിട്ടുള്ള സ്തുതിയാണ്. വല്ലാണ്ട് അഹങ്കാരം ഉണ്ട് തോന്നുകയാണെങ്കിൽ 11 പ്രാവശ്യം ചെല്ലുക. അതിലത്തെ ഏതെങ്കിലും ഒരു ശ്ലോകമെങ്കിലും പഠിച്ചിട്ട് ചെല്ലുക. അതുകൊണ്ടാണ് അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ സ്തുതിച്ചു എന്ന് പറയണ കാണില്ല. ഈ പറയുന്ന വ്യക്തികളൊക്കെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന എല്ലാ ചൈതന്യങ്ങളും നമ്മുടെ അകത്തിരിക്കുന്ന പല ഭാവങ്ങളാണ്. അത് ഓരോന്നിലും വരാവുന്ന അഹങ്കാരങ്ങൾ അതൊക്കെ. ഇപ്പം സർപ്പങ്ങൾ, അന്തരാർത്ഥം എടുത്താൽ സർപ്പങ്ങളുടെ സ്തുതി ഉണ്ട് ഇതിൽ. നാഗങ്ങളുടെ നാഗാവൂജു അല്ലെങ്കിൽ നാഗങ്ങൾ സ്തുതിച്ചു പറയും. യോഗികൾക്കുള്ള സ്തുതിയെ ശരിക്കത്. നാഗം എപ്പോഴും കുണ്ഡലിനിയെ പ്രതിനിധീകരിക്കുന്നത്, യോഗവിദ്യയെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ആ നാഗങ്ങളുടെ സ്തുതി വളരെയധികം ഗുണം ചെയ്യും. പിതൃക്കൾ സ്തുതിക്കുന്നുണ്ട്. അനവധി പേര് സ്തുതിച്ച് അവസാനം ഭഗവാന്റെ സ്വന്തം ആൾക്കാർ വിഷ്ണു പാർഷദന്മാർ വന്ന് നിന്നിട്ട് പറയണത്, അവർ പറയണ ഏറ്റവും അങ്ങയുടെ കൂടെ ഞങ്ങൾ ഇത്രയും കാലം നടന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഇന്നേ വരെ അങ്ങേ ഈ രൂപത്തിൽ കണ്ടിട്ടില്ല. ഇതെത്ര വിചിത്രമായിട്ടൊരു അത്ഭുതം, ഇങ്ങനെ ഒരു രൂപം അങ്ങേക്കുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നവിടെ അവരെ അഹങ്കാരം ബാധിച്ചിട്ടേ ഇല്ല എന്ന് മനസ്സിലാക്കാം. കാരണം അവരെന്നും ഭഗവാന്റെ കൂടെ, അവർക്ക് ഭഗവാന്റെ ആ രൂപം കണ്ട സന്തോഷമാണ്, അത്ഭുതം, വൈചിത്രമായിട്ടുള്ള അത്ഭുതം കണ്ട അവർ മാത്രമാണ് പറയണത്. അവരുടെ സ്തുതിയിൽ മാത്രം അഹങ്കാരത്തിൻ്റെ ഒരു അംശം പോലും അവർക്ക് ഉണ്ടായതായിട്ട് ഒരു സൂചനയും വരുന്നില്ല. ഇങ്ങനെയൊക്കെ സ്തുതിച്ചിട്ടും ആ ഭഗവാന്റെ കോപം ശമിച്ചില്ല. അപ്പോഴാണ് ഈ നമ്മുടെ ലോകത്ത് തന്നെ ഒരാൾ ചൂടായിട്ടിരിക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ചൂടായിട്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിയായിരിക്കും ഫലം. നമ്മൾ എന്നിട്ട് എന്തിനിപ്പോൾ ഇത്ര ദേഷ്യപ്പെടണം എന്ന് ചോദിക്കില്ല നമ്മൾ. കാരണം ആ വ്യക്തി ഇരുന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിലെ ദേവത വളരെ ഡിസ്ട്രസ്സിലായിരിക്കും. ദേവത നമ്മളെ പോലെയാണ്. നമ്മൾ കരുതുന്ന മാതിരി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യമല്ല ഓരോ ക്ഷേത്രത്തിലുള്ളത്. ആ ചൈതന്യമായിട്ട് ബന്ധമുണ്ട്. ആ ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ്. നമ്മളെപ്പോലൊരു വ്യക്തിയാണ് ഓരോ ക്ഷേത്രത്തിലും ഇരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ദേവതയ്ക്ക് ദേഷ്യമായിട്ടുള്ളൊരവസ്ഥയാണെങ്കിൽ, ആ ദേവതയ്ക്ക് ഒരുപാട് ദുരിതമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ പ്രാർത്ഥിക്കൽ മാത്രമായി കഴിഞ്ഞാൽ നേരെ വിപരീത ഫലം സംഭവിക്കുക. മനുഷ്യരെ പോലെ തന്നെ ബിഹേവ് ചെയ്യും. എല്ലാ വസ്തുക്കളിലും ബ്രഹ്മത്തെ കാണാൻ പഠിച്ച ഒരാൾക്ക് മാത്രമേ ഏത് ക്ഷേത്ര ദേവതയിലും ആ നിരാകാരമായിട്ടിരിക്കുന്ന വലിയ ദേവതാ സങ്കല്പത്തിനെ സ്വാംശീകരിക്കാൻ സാധിക്കുള്ളൂ. അവർ പോയിട്ട് ഒരു ഡിസ്ട്രസ് ഉള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു ദേവതയുടെ അടുത്ത് പോയിട്ട് പോലും സ്തുതിച്ചാൽ അവരുടെ മനോഭാവത്തിൽ അവർ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചിരിക്കണോണ്ട് ആ ദേവത കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യും. പക്ഷേ സാധാരണക്കാരുടെ കേസിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അയാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നല്ല കാര്യം പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന പോലെ തന്നെ ആ ദേവത റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഇത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം. ഇത് തന്ത്രത്തിൻ്റെയും ഭക്തിയുടെയും വേദാന്തത്തിൻ്റെയും ഒക്കെ ഒരു മിശ്രിതമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് നമ്മൾ സാധാരണക്കാർക്ക് അറിയുന്നില്ല. ഇപ്പം എല്ലാവരും പറയും ഗുരുവായൂരപ്പനൊക്കെ അറിയില്ലേ, അദ്ദേഹം ഒക്കെ ചെയ്തോളൂ. ഇപ്പം ഗുരുവായൂർ പോലൊരു സ്ഥലത്ത് ഒരു ദുരന്തം, ഒരു തെറ്റായിട്ടുള്ളൊരു നടപടി ഉണ്ടാവുമ്പോൾ ഉടനെ പറയും അതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാൻ ചെയ്യണേണെന്ന് പറയും. ഭഗവാൻ ചെയ്യണില്ല. നമ്മളെപ്പോലെ ഒരു വ്യക്തി ആ ക്ഷേത്രമൂർത്തിയിൽ ഇരിക്കുന്നുണ്ട്. ആ ക്ഷേത്രമൂർത്തി സഫർ ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഭഗവാന്റെ കാര്യമില്ലേ, ഭഗവാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ആ ലെവലിലുള്ള ബ്രഹ്മബോധം ഉണ്ടാവണം. ആ ബ്രഹ്മബോധമുള്ള ഒരുത്തനെ വേണം അപ്പം അതിൻ്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്താൻ. ഭഗവാൻ കോപിച്ചിരിക്കുമ്പോൾ ആ ബോധം വരാത്തവർ എത്ര സ്തുതിച്ചാലും ആ ദേവതയുടെ കോപം അടങ്ങില്ല. ആ ദേവത അപ്പം അനുഭവിക്കുന്ന ഡിസ്ട്രസ്സിനുള്ള സൊല്യൂഷൻ ആവുന്നില്ല. അപ്പം എന്തു ചെയ്യണം? ബ്രഹ്മബോധമുള്ളവനെ ആ ദേവതയുടെ മുന്നിലേക്ക് നിർത്തുമ്പോൾ ആ ദേവതയിലെ ബ്രഹ്മബോധം ഉണരും. അവിടെ ദേഷ്യമില്ല, വെറുപ്പുമില്ല, സന്തോഷവുമില്ല, ഒന്നുമില്ല, സമാവസ്ഥ വരും. ശരിക്കും ആ സ്വാമി എന്നുള്ള ഭാവം അവിടെ വരും. അതുകൊണ്ടാണ് പ്രഹ്ലാദനെ പിടിച്ചിട്ട് മുന്നിലേക്ക് നിർത്തണം. ഞാൻ വേറെ കംപ്ലീറ്റ്ലി നമ്മുടെ ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ബന്ധിപ്പിച്ചിട്ട് അത് പറയാൻ ശ്രമിച്ചത്. ഈശ്വരനെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ വരുന്ന പാകപ്പഴയാണിത്. ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന എപ്പോഴും ഓർക്കുക, നമ്മളെപ്പോലെ ഒരാളാണ്. ആ ആൾക്ക് വേദനിക്കും, ആ ആൾ സന്തോഷിക്കും, ആ ആളെ പ്രീതിപ്പെടുത്തേണ്ട നമ്മുടെ ചുമതലയാണ്. ആ ആൾക്കും ബാധകളുണ്ടാവും,
ആ ആൾക്ക് ശത്രുക്കളുണ്ടാവും, ആ ആൾക്ക് ശാപങ്ങളുണ്ടാവും, അതേപോലെ അനുഗ്രഹം ഉണ്ടാവും. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തമിഴിലൊക്കെ കാണാം വല്ലാണ്ട് വല്ലാണ്ട് വല്ലായിരത്താണ്ട് പല കോടി നൂറായിരം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ ആശീർവദിക്കും. എന്തിനാ ഭഗവാനെ ആശീർവദിക്കുന്നത്? ആ ക്ഷേത്രമൂർത്തിയെ നമ്മൾ ആശീർവദിച്ചാൽ അതിന് കിട്ടുമത്. ഒരു പ്രതിഷ്ഠ നടക്കുമ്പോൾ, ഒരു നവീകരണം നടക്കുമ്പോൾ, ഒന്നുമില്ലെങ്കിൽ ഒരു പൂജ നടന്നു കഴിഞ്ഞിട്ട് ആ നട തുറക്കുന്ന സമയത്ത് ഭഗവാനെ അവിടുന്ന് സന്തോഷമായിട്ടിരിക്കുക, സമൃദ്ധിയോടെ ഇരിക്കുക, ഈ ഭൂമിയുള്ള കാലത്തോളം അവിടുന്ന് ഇവിടെ സന്തോഷമായിട്ട് വാഴുക എന്ന് പറഞ്ഞ് നമ്മൾ ആശീർവദിച്ചാൽ പോലും അതിനൊരു വലിയ ഫലമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് മൂപ്പര് ഇങ്ങോട്ട് ആശീർവദിക്കാൻ മാത്രം ഇരിക്കുന്ന ആളാണ്, തിരിച്ചും ആശീർവദിക്കണം. ഇപ്പോൾ നമ്മൾ ഭഗവാനെ ഉണ്ണിയായിട്ട് കാണുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ അനുഗ്രഹിക്കില്ലേ? അവർ കടന്നുറങ്ങുമ്പോൾ അവരുടെ തലയിലൊന്ന് തലോടും, ചിലപ്പോൾ മൂർധാവിലൊന്ന് ഉമ്മ വയ്ക്കും, അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യില്ലേ? അതേമാതിരി നമ്മൾ ഭഗവാനോട് പെരുമാറിയാൽ ആ വ്യക്തിത്വത്തിൽ നിൽക്കുന്ന ദേവന്, പ്രതിഷ്ഠിക്കപ്പെട്ട ദേവന്, നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച ദേവനാവാം, അല്ലെങ്കിൽ ഒരു തന്ത്രി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ദേവനാവാം, ആ വ്യക്തിത്വത്തിന് നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കും, നമുക്ക് ആത്മബന്ധം വർദ്ധിക്കും. അങ്ങനെ ആ ബന്ധം വളർത്തി വളർത്തി കൊണ്ടുവന്നിട്ടാണ് നമ്മളിതിനെ കോസ്മിക് തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വികാരത്തിൽ നിൽക്കുന്ന ക്ഷേത്രമൂർത്തിയെ ശാന്തനാക്കണമെങ്കിൽ ശരിക്ക് ബ്രഹ്മബോധമുള്ള ഒരാൾ അതിനെ സമീപിക്കണം. ഇല്ലെങ്കിൽ അതിന് കിട്ടില്ല എന്നുള്ളൊരു വലിയ പാഠം ഈ നരസിംഹത്തിൻ്റെയും പ്രഹ്ലാദൻ്റെയും ആ തമ്മിലുള്ള സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പുള്ള ഭാഗത്ത് വരുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ സ്പർശം കൊണ്ട് പ്രഹ്ലാദൻ പരിശുദ്ധനായി. കാരണം എന്തെങ്കിലും സാംസാരികമായിട്ടുള്ള വിഷമങ്ങൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രഹ്ലാദൻ്റേന്ന് പോവുകയാണ്. ബ്രഹ്മാവ് ആ കുട്ടിയെ മുന്നിലേക്ക് നിർത്തിയിട്ട് പറയാണ്, എൻ്റെ അച്ഛനോട് ക്രോധിച്ചിരിക്കണ ഭഗവാനെ നീ തന്നെ പോയിട്ട് ശാന്തനാക്കുക എന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ പോലും മായക്കടിപ്പെട്ടു, ക്രോധം വന്നു. അഹങ്കാരം എന്ന് പറഞ്ഞൊരു ദുർഗുണത്തിനെ സംഹരിക്കാനായിട്ട് ഒരു മായാരൂപം എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ആ മായാരൂപത്തിനെ അടക്കി ഭഗവാന്റെ സ്വസ്വരൂപത്തിലേക്ക് എത്തിക്കണമെങ്കിൽ സ്വസ്വരൂപം മനസ്സിലാക്കുന്ന, തൂണിലും തുരുമ്പിലും ഭഗവാനെ കാണാൻ സാധിക്കുന്ന ഒരാൾ, ആ കാഴ്ച പ്രഹ്ലാദന് കിട്ടിയ കാഴ്ച നമുക്കൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഭഗവാനെ കാണാൻ ആ കാഴ്ചയുള്ള ഒരാളെ മുന്നിലേക്ക് നിർത്തണമെന്ന് ബ്രഹ്മാവിനറിയാം. അതുകൊണ്ടാണ് ബ്രഹ്മാവ് നിർത്തിയത്. അദ്ദേഹത്തിന് പോലും ഇല്ല അത്. അവിടെ മുന്നിലേക്ക് നിർത്തി ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. ആ സാഷ്ടാംഗം നമസ്കരിച്ചപ്പോൾ ഭഗവാൻ ആ അതിക്രുദ്ധമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് ആ കുട്ടിയെ നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ അടങ്ങി വന്ന് അങ്ങനെ ആ 2 രക്തം പുരണ്ട കൈ കൊണ്ടാണ് പിടിച്ചെണീപ്പിക്കുന്നത് മകനെ. അങ്ങനെ പിടിച്ചവിടെ എണീപ്പിച്ചു. ഭഗവാൻ ആ കരം തൊട്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, തൻ്റെ 2 കൈകളും ശിരസ്സിൽ വെച്ച് അനുഗ്രഹിച്ചു എന്ന്. അത് പ്രഹ്ലാദസ്തുതിയിൽ പറയുന്നുണ്ട്. ഭഗവാനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം പറഞ്ഞതാണ് പ്രഹ്ലാദസ്തുതിയിൽ. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ 2 കൈകളും എൻ്റെ മൂർധാവിൽ വെക്കണേ എന്ന് പറയുന്നുണ്ട്. ആ 2 കൈകളും വെച്ച് അനുഗ്രഹിച്ചോടി ഭഗവാന്റെ കരസ്പർശം കിട്ടിയതോടി എല്ലാ പൂർവ്വദോഷങ്ങളും പോയി എന്നാണ് പറഞ്ഞത് പ്രഹ്ലാദൻ. ആ സമയത്താണ് അത്ര അദ്ദേഹത്തിന് പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ഹൃദയത്തിൽ തിളങ്ങിയത്. ഭഗവാൻ തൊട്ട ബ്രഹ്മജ്ഞാനാണ്. ഭഗവാൻ സ്പർശിച്ചു. ഒരു കാന്തം ആണിയെ തൊട്ട, ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണത്തിനെ തൊട്ട കാന്തിക ശക്തി അതിൽ വരും. അതൊരു ഹൈ പവർ മാഗ്നറ്റാണെങ്കിൽ തൊടുന്ന നിമിഷം അതും മറ്റേ വസ്തുവും മാഗ്നറ്റായിട്ട് മാറും. ഇത് ലോകത്തിൽ ഫിസിക്സിൽ കാണുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം ബ്രഹ്മാദയസ്വരഗണ എന്ന് പറഞ്ഞ് തുടങ്ങണ ഗംഭീരമായിട്ടുള്ള സ്തുതി. സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യണ ബ്രഹ്മാദി ദേവഗണങ്ങളും മുനിമാരും സിദ്ധന്മാരും കൂടെ അവരവർക്ക് അറിയുന്ന പോലെ ഗംഭീരമായിട്ട് സ്തുതിച്ചിട്ടും അങ്ങേ പ്രസന്നനാക്കാൻ സാധിച്ചില്ലല്ലോ ഭഗവാനെ. അങ്ങനെയുള്ള അവിടുന്ന് ഉഗ്രജാതിയിൽ അസുരജാതി പറഞ്ഞ് എന്നിൽ പ്രസാദിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് ആ സ്തുതി തുടങ്ങുന്നത്. പ്രളയസ്തുതി മുഴുവൻ പറയാനുള്ള സമയമില്ല. എന്നാലും അതിലെ ചില വിഷയങ്ങൾ പറയാതെ പോകുന്നത് ശരിയാവില്ല. പൂനെയിൽ വരുമ്പോൾ കഥ പറയേണ്ട, തത്വം പറഞ്ഞാൽ മതി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ച് പോവുക. ഭഗവാനിൽ ഭേദഭാവമില്ല. അപ്പം ജഗത്തിനെങ്ങനെ ഈ ഭേദഭാവം ഉണ്ടായി എന്ന് പരീക്ഷിച്ച് ചോദിച്ചല്ലോ. എന്തിനാണ് ദേവന്മാരുടെ സൈഡ് പിടിക്കുന്നത്? എന്തിനാ അസുരന്മാരെ കൊല്ലണു? ഇതൊക്കെ ആയിരുന്നല്ലോ ചോദ്യങ്ങൾ. അതിൻ്റെ ഉത്തരമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതൊക്കെ പ്രഹ്ലാദസ്തുതിയിലാണ്. ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ഇൻസിഡൻറ്റ് കാണിച്ചു കൊടുത്തു, ഹിരണ്യകശിപുവിനെ വധിക്കണത്. എന്നിട്ട് ഇനി അതിൻ്റെ തത്വാർത്ഥം ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നു. അതായത് ഭഗവാനെ ഭക്തൻ മനസ്സിലാക്കുന്ന പോലെ ആരും മനസ്സിലാക്കില്ല.
അതുകൊണ്ടാണ് പ്രഹ്ലാദനെ കൊണ്ട് അതിൻ്റെ ഉത്തരം പറയിപ്പിച്ചു. ഇല്ലെങ്കിൽ ശുഗൻ തന്നെ പറയായിരുന്നു ഇതൊന്നും പറയണ്ട, സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പ്രഭാഷണത്തിൽ പറഞ്ഞ മാതിരി കുറേ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നാരദൻ ഇത് തന്നെ യുധിഷ്ഠിരനോട് ചെയ്താൽ മതിയായിരുന്നു. അത് ചെയ്തില്ല. ആദ്യം അവർ അതിൻ്റെ ഒരു രംഗം ആവിഷ്കരിച്ച് കാണിച്ചു കൊടുത്തു, ഒരു വിഷ്വൽ കൊടുത്തു. ആ വിഷ്വൽ കൊടുത്തതിന് ശേഷം അതിന് ഏറ്റവും അർഹനായിട്ടുള്ള ആൾ, അതോറിറ്റി ആയിട്ടുള്ള ആൾ, ആ ആളെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ഏത് വിഷയവും അതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള ആൾ പറയുമ്പോഴേ അതിന് വിലയുണ്ടാവും. പ്രഹ്ലാദനെ കൊണ്ട് അവിടെ പറയിപ്പിക്കുകയാണ്. അപ്പോൾ പ്രഹ്ലാദൻ പറയാണ്, ധനം, കുലീനത, രൂപം, തപം, വിദ്യ, ഓജസ്, തേജസ്, പ്രഭാവം, ബലം, ബുദ്ധി, യോഗം, ഇങ്ങനെയൊക്കെ അനവധി ഗുണങ്ങൾ മനുഷ്യർക്കുണ്ടാവാം. പക്ഷെ ഇതുകൊണ്ടൊന്നും കൊണ്ട് ഭഗവാൻ തൃപ്തനാവില്ല എന്ന് ഉറപ്പിച്ച് പറയും. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രഹ്ലാദൻ വരാൻ പോകുന്ന കഥ ഇപ്പം തിരുമേനി വായിച്ച് ജസ്റ്റ് നിർത്തി കഴിഞ്ഞ് ഇനി തുടങ്ങാൻ പോണാണ്. ഭഗവാൻ കേവലം ഒരു ആനയ്ക്ക് പോലും മോക്ഷം കൊടുത്തിട്ടുണ്ട് എന്ന് പ്രഹ്ലാദൻ പറയും. ഗജേന്ദ്രൻ്റെ കഥയുടെ സൂചന പ്രഹ്ലാദൻ്റെ സ്തുതി തന്നെ വരും. എന്നിട്ട് പറയുക, ഇനി മേലെ ഞാനീ പറഞ്ഞ 12 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ധനം, കുലീനതയൊക്കെ തുടങ്ങിയിട്ടുള്ള 12 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ജന്മനാ ബ്രാഹ്മണനായിട്ടുള്ളവനാണെങ്കിൽ പോലും അവൻ ഭഗവാനെന്ന് വിമുഖതയുണ്ടെങ്കിൽ, ഭക്തി ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ട ഗുണം ഭക്തിയാണ്. ഭക്തി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഇങ്ങനെ തേച്ചു മിനിക്കിയ രത്നങ്ങൾ പോലെ ശോഭിക്കുന്നു. അതുകൊണ്ടാണ് വ്യാസമഹർഷി ഇത്രയും ബ്രഹ്മസൂത്രം എഴുതിയിട്ടും ഇതിഹാസങ്ങളും പുരാണങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ എഴുതിയിട്ടും തൃപ്തി വരാത്ത കാരണം എന്താ? ഭക്തി വന്നില്ല. അപ്പോൾ ഭക്തി വരാൻ വേണ്ടി എഴുതിയതാണ് ഈ ഭാഗവതം. അപ്പോൾ ഏത് മഹൽക്കർമ്മത്തിനും അതിൻ്റെ സമ്പൂർണമായിട്ടുള്ള പ്രഭാവം വരണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ചൈതന്യം വരണമെങ്കിൽ അതിലേക്ക് ഭഗവാനെ നമ്മൾ സന്നിവേശിപ്പിക്കണം. എന്നിട്ട് പറയുക, ഇതിലും ഭേദം ഭക്തിയുള്ള ചണ്ഡാളനാണ് ശ്രേഷ്ഠൻ. ഇങ്ങനെയുള്ളവരെക്കാട്ടിലും ഭക്തിയുള്ള ചണ്ഡാളനാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ചണ്ഡാളൻ തൻ്റെ കുലത്തിനെ തന്നെ പവിത്രമാക്കണു. കാരണം ഇനി നരസിംഹത്തിന് മറുപടിയായിട്ട് പറയും, നിൻ്റെ ഈ ജന്മം കൊണ്ട് എത്രയോ തലമുറകളിലെ അസുരന്മാർക്ക് മുഴുവൻ ഞാൻ വൈകുണ്ഠം കൊടുത്തു കഴിഞ്ഞു. പ്രഹ്ലാദൻ്റെ ഒരൊറ്റ ജന്മം കൊണ്ട് നീ നിൻ്റെ കുലത്തെ പവിത്രമാക്കി പുത്ര എന്നാണ് പറയുന്നത്. അതിവിടെ സ്തുതിയിൽ തന്നെ ആദ്യമേ വരികയാണ്. അത് പ്രഹ്ലാദൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഭഗവാൻ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണു. നമ്മളെങ്ങനെ ഭഗവാന്റെ അടുത്ത് കൊടുക്കണോ അത് ഭഗവാൻ തിരിച്ചിങ്ങോട്ട് തരും. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കിയിട്ട് നമ്മൾ ചിരിച്ച് കാണിച്ചാൽ ചിലപ്പോൾ മോണ കാട്ടി ചിരിക്കും, കണ്ണുരുട്ടിയാൽ പേടിക്കും, അല്ലേ? എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണോ അതിനനുസരിച്ച് ഭാവോഹി ഭവകാരണം എന്നാണ്. ഭാവം എങ്ങനെ കൊടുക്കണോ അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ അടുത്ത ആ 11ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വരി വളരെ പ്രശസ്തവും വളരെ ഇതിൻ്റെ ഒരു ക്രക്സാണ് ശരിക്കും. നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണ മാനം ജനാത വിദുഷ കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനെ പ്രതിമുഖസ്യ യഥാമുഖശ്രീനം. അതായത് ആ ശ്ലോകം പറയണ സമയത്ത് നട തുറന്നതിൻ്റെ ഒരു ഐശ്വര്യം ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ അനുഗ്രഹം. അതിൽ പറയണത് എന്താ വെച്ചാൽ, ഭഗവാൻ നിജലാഭം, നിജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം, സത്യച്ച ആത്മാവ്. ഭഗവാൻ ആത്മലാഭം കൊണ്ട് പൂർണ്ണനാണെന്ന്. ഭഗവാൻ സ്വയമേവ പരമാത്മാവാണ്, അതുകൊണ്ട് ഭഗവാൻ പൂർണ്ണനുമാണ്. ഭഗവാനെ പൂർണ്ണനാവുള്ളൂ. അങ്ങനെയുള്ള പൂർണ്ണനായിട്ടുള്ള ആൾ ക്ഷുദ്രരായിട്ടുള്ളവരുടെ പൂജ ആഗ്രഹിക്കുന്നില്ല. ആരുടെയും പൂജ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളാരും പൂജിക്കണത് ഭഗവാൻ ഒരു നിർബന്ധമില്ല. പക്ഷെ നമ്മളോടുള്ള സ്നേഹം, കരുണ കൊണ്ടാണ് ഭഗവാൻ പൂജയെ സ്വീകരിക്കുന്നത്. സന്തോഷത്തോടു കൂടിയിട്ട് ഭക്തരുടെ പൂജാദികളെ ഭഗവാൻ സ്വീകരിക്കണം. അതിലും ലാഭം ആർക്കാൻ നോക്കിയാൽ ഭക്തനാണ്, ഭഗവാനല്ല. മുഖത്തിന് ചെയ്യണ അലങ്കാരം കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ ഭംഗി ഉണ്ടാക്കണം. നമ്മൾ ഭയങ്കര മേക്കപ്പൊക്കെ ഇട്ടാൽ എവിടെയാണ് ഭംഗി കാണുന്നത്? നമ്മൾ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കാണുന്നില്ല, കണ്ണാടിയിലെ നമ്മുടെ പ്രതിബിംബത്തിലാണ് നമ്മൾ നമ്മുടെ ഭംഗി കാണുന്നത്. അതേപോലെ ഭക്തന്മാർ ഭഗവാൻ എന്തെന്തൊക്കെ സേവ ചെയ്തോ അതൊക്കെ ഭഗവാന്റെ പ്രതിബിംബമായിട്ടുള്ള റിഫ്ലക്ഷനായിട്ടുള്ള ഭക്തനാണ് കിട്ടണമെന്ന്.
അതുകൊണ്ടാണ് ഈ ഉപാസന വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഗുരുവായൂരപ്പൻ്റെ ഈ ഭക്തർക്കാണെങ്കിൽ, മഹാദേവൻ്റെ ഭക്തർക്കാണെങ്കിൽ ഭഗവാന്റെ ഒരു രൂപഗുണം ഉണ്ടാവും. ശിവൻ്റെ ഭക്തനെ കണ്ടാൽ തിരിച്ചറിയാം. ദേവിയുടെ ഭക്തനെ കണ്ട പുരുഷനാണെങ്കിലും ഒത്ത ആണുങ്ങളാണെങ്കിലും അവർക്കും തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ ലക്ഷണം കാണും. ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ കണ്ട ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത് അവരുടെ രൂപത്തിൽ തന്നെ വരും. ഇതേപോലെ തന്നെയാണ് ഹനുമാൻ, പ്രത്യങ്കര, അവരുടെയൊക്കെ ശരിക്ക് നരസിംഹം, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഭഗവാനിലേക്ക് നമ്മൾ എങ്ങനെയുള്ള ഭാവം അർപ്പിക്കണോ അത് നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രമാണം, വീക്ഷണം, കാഴ്ചപ്പാട് നേരെയാക്കി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കാഴ്ചപ്പാടാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതും സൊല്യൂഷൻ ഉണ്ടാക്കുന്നതും. അപ്പം പ്രത്യേകിച്ച് ബാക്കി ജീവിതത്തിൽ എവിടെ നേരാക്കാൻ പറ്റിയില്ലെങ്കിലും ഭഗവാനോടുള്ള കാഴ്ചപ്പാട് നേരാക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സത്സംഗങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് ഇരുന്നത് കേൾക്കാനുള്ള ഒരു പൂർവ്വ സംസ്കാരം നമുക്കുള്ള എന്താ വെച്ചാൽ, പൂർവ്വത്തിൽ നമ്മൾ ഭഗവാനെ ആരാധിച്ചിട്ടുള്ളതുകൊണ്ടാണ്. എല്ലാവരും വന്നിരിക്കണില്ലല്ലോ. സമയം ഉണ്ടാക്കിയിട്ട് എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ ഈ രാവിലത്തെ തണുപ്പിലും ആരോഗ്യസ്ഥിതി പോലും നോക്കാണ്ട്, ദൂരം നോക്കാണ്ട് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നില്ലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഗുരുവായൂരപ്പനായിട്ട് കണ്ട് നമസ്കരിക്കുന്നത് ദിവസവും രാവിലെ. കാരണം നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ പൂർവ്വത്തിലും ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ള, ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആരാധനയുടെ ഫലം കൊണ്ടാണ് ഈ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നാളെ 10 പേർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയണം, കാഴ്ചപ്പാട് നേരാക്കാൻ പറയും. നിങ്ങൾ കാഴ്ചപ്പാട് നേരാക്കിയതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാഴ്ചപ്പാട് ഇനിയും നമുക്ക് നേരാക്കാനുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും പോളിഷ് ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞ് അവിടെ ശരിക്കും പറഞ്ഞാൽ ആചാര്യന്മാർ ചിലവർ വ്യാഖ്യാനിക്കുന്ന സമയത്ത് യോഗവാസിഷ്ടത്തിൽ ശ്രീരാമസ്വാമിക്ക് വസിഷ്ഠ മഹർഷി കൊടുക്കുന്ന ഉപദേശത്തിനെ ഇവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യാറുണ്ട്. അതൊക്കെ പഠിക്കുമ്പോൾ ഇതിനെ പ്രഹ്ലാദസ്തുതി നമ്മൾ വിസ്തരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് നമ്മുടെ വിളി കേട്ടിട്ടും നമ്മൾ ചെയ്യുന്ന ഈ സകല കുരുത്തക്കേടുകൾ സഹിച്ചിട്ടും ഈ ഭൂമിയിൽ വിഗ്രഹരൂപങ്ങളിലും അർച്ചനാരൂപങ്ങളിലും ഒക്കെ ഇരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിനയം വർദ്ധിക്കും. ഭഗവാനോടുള്ള സമർപ്പണ ബുദ്ധിയും നമുക്ക് വർദ്ധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ ഒരിക്കലും തെറ്റോ ദ്രോഹമോ ചെയ്യില്ലല്ലോ. പ്രഹ്ലാദസ്തുതിയിൽ നിന്ന് ആത്യന്തികമായിട്ട് പഠിക്കേണ്ടത് ഒരു വിഷയം അതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ജന്മം കൊണ്ടല്ല ഒരുത്തന് ഈശ്വരനെ കിട്ടണം. ജന്മം കൊണ്ട് ആർക്കും കിട്ടുന്നില്ല. വാസ്തവത്തിൽ കണ്ണപ്പൻ്റെ കഥ കേട്ടിട്ടില്ലേ? കാട്ടിലെ വേടനായിരുന്നു. പന്നിമാംസം കൊണ്ട കൊടുക്കും, ഫ്രഷായിട്ട് പന്നിയെ കൊന്നിട്ട് കൊണ്ട കൊടുക്കും. വായിൽ വെള്ളം നിറച്ചിട്ടാണ് പോകും. എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, മലയുടെ മുകളിലേക്ക് പോകാൻ കുറച്ച് ദൂരണ്ടേ. വായിൽ വെള്ളം നിറച്ചിട്ട് പോകും. അവിടെ ചെന്ന് ഒറ്റ തുപ്പാണ് തലയിലേക്ക് ശിവലിംഗത്തിൻ്റെ. എന്നിട്ട് തലയിൽ മുടിയിൽ തിരികെ വെച്ച പൂക്കളെ കൊടയും. എത്ര ശുദ്ധമായിട്ട് അത് ശിവലിംഗത്തിലിടും. എന്നിട്ട് ഈ പന്നിമാംസം വയ്ക്കും. എന്നിട്ട് അച്ഛാ കഴിച്ചോ, ഞാൻ കാവൽ നിൽക്കാം, ആരും നിന്നെ ശല്യം ചെയ്യില്ല. അവിടെ നിൽക്കും. അവസാനം സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുക്കേണ്ട തരം പരീക്ഷണത്തിലെത്തി. ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുത്തു, അപ്പം ശരിയായി. ശരിയായല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തെ രണ്ടാമത്തെ കണ്ണും പൊട്ടി ഒലിക്കുന്നു ശിവലിംഗത്തിൽ നിന്ന്. അപ്പോൾ ഈ കണ്ണ് ചൂഴ്ന്നെടുക്കുകയാണെങ്കിൽ ഇതെവിടെ വയ്ക്കുന്ന തപ്പണ്ടേ, അതുകൊണ്ട് കാലോണ്ട് ചവിട്ടി പിടിച്ചു അടയാളം. എന്നിട്ട് ഈ കണ്ണ് ചൂഴ്ന്നിട്ട് അവിടെ വെച്ചു കൊടുത്തു. ഇത് കാലഹസ്തി ചെന്നാൽ, നമ്മൾ കാലഹസ്തി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ചുറ്റമ്പലത്തിൽ നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയ കിളിവാതിലുണ്ട്. അതിൽ കൂടെ നോക്കിയാൽ കണ്ണപ്പൻ പൂജിച്ച ശിവലിംഗം ഇരിക്കണ ആ കുന്ന് കാണാം. പുറത്തുനിന്നും കയറാം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ദർശനം വളരെ വിശേഷമാണ്. കണ്ണപ്പനെയൊക്കെ പോലുള്ള ഭക്തന്മാർ അർജുനൻ്റെ പുനരവതാരമായിരുന്നു എന്നാണ്. അതായത് കിരാതമൂർത്തിയായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്തപ്പോൾ അന്ന് ആഗ്രഹിച്ച അത്രേ ഭഗവാനെ ഈ വിധത്തിൽ ആരാധിക്കണമെന്ന്. അപ്പോൾ അർജുനൻ ജനിച്ചു എന്നാണ് സങ്കല്പം. ഇന്നും നമ്മൾ കാലഹസ്തി ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ സൈഡിൽ കണ്ണപ്പൻ്റെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കണ്ണപ്പ നായനാർ ചരിത്രം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ശിവരാത്രിക്ക്, യൂട്യൂബ് കിടപ്പുണ്ട്. അതിൽ പ്രഹ്ലാദൻ എന്താണോ അത് കണ്ണപ്പനിലും കാണാം. മൂർത്തി ഒന്ന് നാരായണനും ഒന്ന് മഹാദേവനാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ മൂർത്തി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഭഗവാനെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് അവിടെ വേദാന്തമൊന്നും വരുന്നില്ല, ബ്രഹ്മം അങ്ങനത്തെ ചിന്തകളോ പദ്ധതികളോ ഒന്നും വരുന്നില്ല. ഈ ശുഗമഹർഷി അത് തന്നെയാണ് പരീക്ഷത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ടമെൻ്റൽസ് പഠിപ്പിക്കണു. നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഇത്രയും ശാസ്ത്രവിചാരം ചെയ്യണു, ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയണു. ഇതൊക്കെ പഠിച്ചുറപ്പിക്കണം. എന്തിനാ? ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കാനാണ്. കാരണം ഇനി വരുന്ന സ്കന്ധങ്ങളിൽ അപ്പോൾ ഗജേന്ദ്രൻ തൊട്ടങ്ങോട്ട് തുടങ്ങും. പ്രഹ്ലാദനിൽ തുടങ്ങിക്കഴിഞ്ഞു, ഗജേന്ദ്രൻ തൊട്ടങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ സ്നേഹത്തിൻ്റെ ഒഴുക്കാണ്.
സ്നേഹം ഭക്തിന്നേ അല്ല ആ വാക്ക്, സ്നേഹമാണ്. സ്നേഹം ഭക്തിയായി താനെ മാറും. അങ്ങനെ ഒരു ഇത്. അപ്പോൾ പ്രഹ്ലാദൻ്റെ വിനയം, പ്രഹ്ലാദൻ്റെ ശരണാഗതി, ഞാൻ പറഞ്ഞു പ്രഹ്ലാദൻ്റെ സത്യഗ്രഹമാണെന്ന്. അച്ഛൻ്റെ അഹങ്കാരത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് എതിരിട്ട് നിന്ന് വെച്ചാൽ തൻ്റെ ശരണാഗതി കൊണ്ടാണ് ജയിക്കണത്. പ്രഹ്ലാദൻ്റെ അതുകൊണ്ട് ശരണാഗതി പ്രാക്ടീസ് ചെയ്യുക, പ്രപത്തി പ്രാക്ടീസ് ചെയ്യലാണ് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിന് ഏറ്റവും നല്ല മാർഗം മനസ്സും ശരീരവും വാക്കും ഭഗവാനെ സമർപ്പിക്കുക. എങ്ങനെ സമർപ്പിക്കുക? വാക്കുകൊണ്ട് നാമം ജപിക്കുക, മനസ്സുകൊണ്ട് സ്മരിക്കുക, മനസ്സുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമസ്കരിക്കുക. ശരീരം വഹിക്കില്ലെങ്കിലും മനസ്സുകൊണ്ട് നമസ്കരിക്കുക. ശരീരം വഹിക്കുമെങ്കിൽ ഇട്ടുകൊടുക്കുക. ഇങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ ആ ധൈര്യത്തിൽ ഇട്ടുകൊടുക്കാൻ പറ്റണം. പേടിക്കണ്ട, പ്രാരബ്ധം തീരാണ്ട് ആരും പോവില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇട്ടുകൊടുത്തോളൂ, ധൈര്യമായിട്ട് ഇട്ടുകൊടുക്കുക. അങ്ങനെ ഇട്ടുകൊടുത്താൽ എന്ത് ഫലമുണ്ടാവുമെന്ന് സ്വയം അനുഭവിച്ചറിയുക. അത് അനിർവചനീയമാണ്. സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുക്കുക. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഒരു മഹാപ്രശ്നം വരുന്ന സമയത്ത് ഭഗവാൻ നോക്കുന്നേ എന്ന് പറയും. അതാ പറയണത് അത്ര ഉറച്ചാ പറയുക. നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ട്വിസ്റ്റ് വരും, പക്ഷെ സംശയത്തിൻ്റെ ഒരു കണിക പോലും അവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, എത്ര വലിയ ഭക്തവേഷം കെട്ടിയിട്ടും കാര്യമില്ല. ആരെയാ പറ്റിക്കണം? അവനവനെയാണ് നമ്മൾ പറ്റിക്കണതേ. നമ്മുടെ വിചാരം ഭഗവാനെ പറ്റിക്കാൻ പറ്റും. ഭഗവാൻ വേറെ ആളാണെങ്കിലല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ. അവനവനാണത്. അവനവനെ എങ്ങനെ പറ്റിക്കും? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, ആത്മവഞ്ചനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചതി. അവനവനെ ചതിക്കുന്നതാണ് ഏറ്റവും വലിയ ചതി. ആത്മവഞ്ചന ചെയ്യണവൻ മറ്റുള്ളവനും ചതിക്കും. ആത്മവഞ്ചന ചെയ്യാത്തവൻ അവനെ ആരും ചതിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവനവനെ കറക്റ്റ് ചെയ്താൽ മതി, സമൂഹം തന്നെ നന്നായിക്കോളും. ഗാന്ധിജി പറഞ്ഞില്ലേ, വ്യഷ്ടി നന്നായാൽ സമഷ്ടി നന്നാവുന്നു. അത്ര സത്യം അറിയും. വ്യക്തി നന്നായാൽ മതി, സമൂഹം നന്നാവും, ഒരു സംശയമില്ല അതിൽ. പിന്നെ ചടങ്ങുകൾക്കും ചിട്ടകൾക്കും ഒക്കെ പൂർണ്ണത വരണമെങ്കിൽ ഭക്തി വേണം. എന്തിനാ നമ്മൾ പൂർണ്ണാഹുതി ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പൂർണ്ണാഹുതി കൊടുക്കുന്നത്? ആദരവ്, സമർപ്പണം, ഭക്തി. അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്ന് പൂർണ്ണാഹുതിക്ക് ശരിക്കും എന്താ കൊടുക്കുക? നമ്മൾ കേരള സമ്പ്രദായത്തിനെക്കാളും തമിഴ് സമ്പ്രദായങ്ങളിൽ പട്ടുകൊണ്ട് തേങ്ങയൊക്കെ കെട്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുക. തേങ്ങ എന്ന് പറഞ്ഞാൽ ശിരസ്സാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഊരാളനായിട്ടുള്ള ആൾ അല്ലെങ്കിൽ യജമാനായിട്ടുള്ള യജ്ഞത്തിൻ്റെ യജമാനായിട്ടുള്ള ആൾ ഇപ്പോൾ ഇവിടെ മധുചേട്ടൻ ചെയ്യുന്നത് തേങ്ങ രാവിലെ സമർപ്പിക്കുന്നു. ആ യജ്ഞം നമ്മുടെ ഈഗോനെയാണ് ആ തേങ്ങയായിട്ട് കൊടുക്കുന്നത്. ഇതേ ഈഗോനെയാണ് നമ്മൾ പോയിട്ട് നെയ്യായിട്ട് അദ്ദേഹത്തിൻ്റെ ശിരസിൽ അഭിഷേകം ചെയ്യണം. മുദ്രത്തേങ്ങ നിറച്ച് നമ്മൾ കൊണ്ടുപോകാൻ നമ്മുടെ അഹങ്കാരം, ഈഗോ, കർമ്മവാസനകളെയൊക്കെയാണ്. തേങ്ങ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശിരസ്സിന് തുല്യമാണ്. അതുകൊണ്ടാണ് കലശത്തിൻ്റെ മുകളിൽ തേങ്ങ അങ്ങനെ വെക്കണം, ശിഖ കുടുമയോട് കൂടിയിട്ട്. അപ്പം ഭക്തി ഇല്ലാതെ ഒരു ചടങ്ങും ചെയ്തിട്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തില്ല. മന്ത്രശക്തി കൊണ്ട് ഗുണമുണ്ടാവും, പക്ഷെ ഭക്തി ഇല്ലാണ്ട് ചെയ്യുന്നതുകൊണ്ട് പൂർണ്ണത വരില്ല. കാരണം ഭക്തി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെന്ത് ന്യൂനത വന്നിട്ടുണ്ടെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ട് അതിൽ എന്ത് ന്യൂനത വന്നാലും അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് അത് പൂർണ്ണമാവും. ഞാൻ സാക്ഷിയാണ്. ഒരു കലശം മാറി ആടണേൻ്റെ അപകടം നടക്കുന്നത്. വേറെ വല്ല അമ്പലമാണെങ്കിൽ ആ സഹസ്രകലശം അവിടെ കഴിയും, പണി കഴിയും. കാരണം 12 കൊല്ലം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഭഗവാന്റെ ശരീരത്തിന് 25, വിഷ്ണു ആകുമ്പോൾ 25, മഹാദേവനാകുമ്പോൾ അമ്മയാകുമ്പോഴും 32 തത്വങ്ങളാണ്. 25 പ്രധാന കലശങ്ങളോ അതിൻ്റെ പരികലശങ്ങളോ ഒക്കെ ചേർത്തിട്ട് നടുക്ക് ബ്രഹ്മകലശം ചേർന്നിട്ടാണ് സഹസ്രകലശം ആവണത്. 25 പാർട്ടായിട്ട് ഭഗവാനെ അഴിച്ചിട്ട് ശരിക്ക് വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് നമ്മൾ പാർട്സ് വൃത്തിയാക്കണ മാതിരി ചെയ്യലാണ് ഈ സഹസ്രകലശം. അത് ഭഗവാനെ വിടർത്തി പാർട്സാക്കി തിരിച്ചു കൂട്ടുകയും ചെയ്യും. അതിന് സങ്കേതങ്ങളൊക്കെ ഉണ്ട്, തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ മൂടിയിട്ടുള്ള പൂജയൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ സഹസ്രകലശം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പാർട്ടായിട്ട് കൊണ്ടുപോയിട്ട് വിഗ്രഹത്തിൽ യോജിപ്പിക്കണം. അതാണ് ഈ കീഴ്ശാന്തിമാർ എടുത്തുകൊണ്ട് പോകും. ഏറ്റവും അവസാനം ഭഗവാന്റെ ആത്മാവിനെ 25ാമത്തത് 24 വരിയും മനുഷ്യൻ തന്നെയാണ്. 24 തത്വവും നമ്മളിലുള്ളതാണ്. 25ാമത്തെ തത്വമാണ് അദ്ദേഹത്തിന് ഈശ്വരനാക്കണത്. അതാണ് ബ്രഹ്മകലശം. ആ ബ്രഹ്മകലശം പോകുമ്പോൾ അത് സമർപ്പിക്കുമ്പോൾ ഭഗവാനിലേക്ക് ആ ഈശ്വരത്വം കൂടെ ഇറങ്ങി വരും. അപ്പോൾ ഈ അംഗങ്ങൾ വെക്കലുണ്ട്. അപ്പോൾ തുടയുടെ എല്ലിൻ്റെ അവിടെ കയ്യിൻ്റെ എല്ല് കൊണ്ട വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഗണ്ഡം മാറി ആടി.
തെറ്റ് വന്നു. ഇത്രയും പേര് നോക്കാനുണ്ടായിട്ട് പോലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യണ കാലത്തുണ്ടായിരുന്നു. വേറെ വല്ല ക്ഷേത്രത്തിലാണെങ്കിൽ അപ്പം കഴിഞ്ഞു കഥ. ഗുരുവായൂരപ്പനായതുകൊണ്ട് ഭഗവാൻ എന്തിനാ സാധിക്കാത്തതെന്ന് പറയണമായിരുന്നു. അവിടെ അതിനുള്ള റിസോഴ്സസ് ഉണ്ട്. അടുത്ത സെറ്റ് കലശം കലവറയെന്ന് വന്നു. ഇത്രയും ദിവസത്തെ പൂജകൾ 2 മണിക്കൂർ കൊണ്ട് ആവർത്തിച്ചു. ഒരാളറിഞ്ഞില്ല, നാദസ്വരം പോയിക്കൊണ്ടിരുന്നു. ഭംഗിയായിട്ട് അത് തീർത്ത് അകത്ത് കൊണ്ടുപോയി അതാടി. കാരണം തന്ത്രിക്കറിയില്ല ഇത് ഏത് കലശാ വരണമെന്ന്. അദ്ദേഹം അതാതിനുള്ള മന്ത്രങ്ങളാണ് ഒഴിക്കുന്നത്. പെട്ടെന്നാ കണ്ടുപിടിക്കണ കൂത്തമ്പലത്തിൽ കലശം മാറിയിട്ടുണ്ട്. അതോടുകൂടി എന്തായി, ഇവിടെ വെക്കേണ്ട എല്ല് ഇവിടെ വെച്ച അവസ്ഥയായി, അല്ലെങ്കിൽ ഇവിടെ വെക്കേണ്ട എല്ല് ഇവിടെ വെച്ച അവസ്ഥയായി. ഭഗവാൻ അംഗവൈകല്യം വരും. അംഗവൈകല്യം വന്നാൽ അവസ്ഥ ആലോചിച്ച് പോകും. ആ ദേവനെ പിന്നെ എങ്ങനെ അനുഗ്രഹിക്കാൻ സാധിക്കും? അപ്പോൾ അതിന് സൗഖ്യം കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അത് ഗുരുവായൂരപ്പനൊക്കെ നമ്മൾ ഭക്തിയോടെ ഭക്തരുണ്ടാക്കിയ സാമ്രാജ്യമാണ് ഗുരുവായൂരപ്പൻ്റെ എന്ന് MGS നാരായണൻ പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ സാമൂതിരിയെ വളർത്തിയോ സാമൂതിരി ഗുരുവായൂരപ്പനെ വളർത്തിയോ എന്ന് പറയാൻ പറ്റില്ല എന്ന്. ഞാൻ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാറുണ്ട്. ഭക്തർ ഗുരുവായൂരപ്പനെ വളർത്തിയോ അതോ ഗുരുവായൂരപ്പൻ ഭക്തരെ വളർത്തിയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഗുരുവായൂർ മഹാക്ഷേത്രമല്ല, സങ്കേതം കൊണ്ട് മഹാക്ഷേത്രമല്ല. അത് എങ്ങനെ മഹാക്ഷേത്രമായി? ഭക്തരാണ് മഹാക്ഷേത്രമാക്കിയത്. ഇത്ര പ്രസിദ്ധരായിട്ടുള്ള ഭക്തർ, സ്വന്തം പേരിൽ പുസ്തകങ്ങൾ, നാരായണീയം, ജ്ഞാനപ്പാന ഒക്കെ മൂപ്പരെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അധികമില്ലല്ലോ ലോകത്തിൽ. വളരെ അപൂർവമാണ്. ഓൺ ലിറ്ററേച്ചറാണ്, കസ്റ്റമൈസ്ഡ് ലിറ്ററേച്ചറാണ് മൂപ്പർക്ക് എല്ലാം. അത്രയ്ക്കും പ്രാധാന്യം വരാൻ കാരണം ഈ ഭക്തരാണ്. അപ്പോൾ ചടങ്ങ് പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ എന്ത് ആചാരം പറഞ്ഞാലും അത് പൂർണ്ണമാവണമെങ്കിൽ അതിൽ ഭക്തി ഉണ്ടാവണം എന്നുള്ളത് ഒരു സംശയവും വേണ്ട. അത് പ്രഹ്ലാദസ്തുതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഭഗവാനെ എവിടുന്നും നമുക്ക് ആക്സസ് ചെയ്യാം. ഇത് പരിമിതമായ സ്റ്റോക്ക് ചില സ്റ്റോറുകളിൽ മാത്രം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ചില സംഭവങ്ങൾ വരിക. ഭഗവാൻ അങ്ങനെയല്ല, എവിടെ വേണമെങ്കിലും കിട്ടും. പരിമിതമായ സ്റ്റോക്കും ഇല്ല, ലിമിറ്റഡ് സ്റ്റോറുകളിലും അല്ല അവൈലബിലിറ്റി. എവിടെയും ആക്സസ് ചെയ്യുക. അതുകൊണ്ടാണ് തൂണിന്ന് ആക്സസ് ചെയ്തത്. തൂണ് ഭൂമിതത്വമാണ്. നരസിംഹം പ്രത്യക്ഷപ്പെടുമ്പോൾ രൂപം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ നേരത്തെ പറയാമെന്ന് വെച്ചാൽ അത് ആ സമയത്ത് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയിലെത്തിക്കും നമ്മളെ. ഇപ്പോഴത്തൊക്കെ കഴിഞ്ഞു ഒന്ന് ശാന്തമായിട്ട് നിൽക്കണമുണ്ട്. പ്രഹ്ലാദനെ കണ്ടു, സ്തുതി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായതുകൊണ്ട് പറയാം. അദ്ദേഹം വരണം എങ്ങനെയാ വെച്ചാൽ മഞ്ഞ പട്ടുടുത്ത് നല്ല മഞ്ഞ് പോലെ വെളുത്ത ദേഹമാണ്. മഞ്ഞ് പോലെ ശിവനെ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. കഴുത്ത് നീലച്ചിട്ടാണ്, നീലകണ്ഠനാണ്, നീലലോഹിതൻ, നീലച്ചിട്ട. മുഖം ചുവന്നതാണ്, രക്തവർണ്ണമാണ് മുഖത്തിന്. സടയ്ക്കൊക്കെ അഗ്നിയാണ്, അഗ്നിവർണ്ണമാണ്. ഈ വിധത്തിൽ വേണം ശരിക്ക് നരസിംഹത്തിൻ്റെ ആവിർഭാവത്തിനെ ധ്യാനിക്കാനാണ്. പിന്നെ ഭഗവാന്റെ ദയ, ആ ഭഗവാന്റെ ദയയ്ക്ക് കൊടുക്കണ ഭാവം നോക്കൂ. പ്രഹ്ലാദൻ സ്തുതിക്കുമ്പോഴുള്ള വിഷ്വൽ എന്താ? ഒരു കൊച്ചുകുട്ടി അത് നിന്നിങ്ങനെ കണ്ണടച്ച് നിന്നിട്ട് ഇങ്ങനെ കണ്ണീര് വാർത്തുകൊണ്ട് അങ്ങോട്ട് സ്തുതിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളോ പ്രപഞ്ചം അക്കാലം വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു രൂപം. അപ്പോൾ നമ്മുടെ ധ്യാനം ശ്രദ്ധിക്കേണ്ടത് പ്രഹ്ലാദവരതനായിട്ട് നിൽക്കണ ഭഗവാനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭഗവാന്റെ കണ്ണിലേക്കാണ്. ആ സിംഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കുക. ഗുരുവായൂരപ്പ അതുപോലെ സ്നേഹം എവിടെ കാണാൻ പറ്റുക? ആ സിംഹത്തിൻ്റെ കണ്ണിലേക്ക്. ചിലർ പറയും നരസിംഹത്തിനെ എനിക്ക് പേടിയാണ്, നരസിംഹത്തിനെ ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ പറയും ഭഗവാന്റെ സ്നേഹം ഏറ്റവും വഴിഞ്ഞൊഴുകണ മുഖം ആ നരസിംഹത്തിൻ്റെയാണ്. ആ നരഹരിയുടെ കണ്ണിലേക്ക് നോക്കുക. ആ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കരുണ, ആ സ്നേഹം ഭഗവാന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയെന്നാണ് പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ടിട്ട്. ഭഗവാൻ മനുഷ്യരെ പോലെ ബിഹേവ് ചെയ്യണു. കൃഷ്ണാവതാരത്തിൽ പോലും അപൂർവമായിട്ടേ കരഞ്ഞിട്ടില്ല എന്നല്ല. ജനിച്ചപ്പോൾ ചിരിച്ചാളാ, ചിരിച്ചുകൊണ്ട് അവർ ചിരിച്ചിട്ടാണ് ജനിച്ചത്. പക്ഷെ ഭഗവാൻ കരഞ്ഞിട്ടുണ്ട്. ഭഗവാൻ കരഞ്ഞിട്ടുള്ള അപൂർവ സന്ദർഭങ്ങളുണ്ട്. ഭഗവാൻ വികാരാധീനനായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഭഗവത്ദൂതിൻ്റെ സമയത്ത് ഭഗവാൻ വികാരാധീനനാവുണ്ട്. ധൃതരാഷ്ട്രൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അമ്മാവനെ കൊല്ലേണ്ടി വന്നു ധർമ്മം നശിപ്പിച്ചപ്പോൾ, ആ ഗതികേട് അങ്ങേക്കുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് പ്രസംഗത്തിൽ പറഞ്ഞിട്ട്. കൃഷ്ണൻ്റെ പ്രസംഗം അതിഗംഭീരമാണ്. ഈ വിശ്വരൂപം കാണിച്ചു എന്നൊക്കെ പിൽക്കാലത്ത് എഴുതി ചേർത്തതാണ് മഹാഭാരതത്തിലേക്ക്. ഭഗവാന്റെ പ്രസംഗമാണ് അതിലത്തെ ഭഗവാന്റെ വിശ്വരൂപം ശരിക്ക്, ആ ഒറിജിനൽ മൂലഭാരതത്തിൽ. അതേപോലെ തന്നെ പരീക്ഷത്തിന് ജീവൻ കൊടുക്കണ സമയത്തും ഭഗവാൻ വികാരാധീനമുണ്ട്. കണ്ണ് നിറഞ്ഞിട്ടാണ് ഭഗവാൻ പരീക്ഷത്തിൻ്റെ ശരീരം. അതല്ലേ കൃഷ്ണൻ ആരെ വേണമെങ്കിലും കൊല്ലാൻ കഴിവുള്ള കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിച്ചാൽ വിടുന്നത്. ശപിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലാൻ സാധിക്കാത്തവനെ ശപിക്കുകയുള്ളൂ.
കൊല്ലാൻ സാധിക്കാത്തവനെ സാധാരണഗതിക്ക് ശപിക്കുള്ളൂ. അപ്പോൾ ഭഗവാൻ മനസ്സെത്ര വിഷമിച്ചിട്ടായിരിക്കും ആ ശപിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. നീ എല്ലാ കാലത്തും അളിഞ്ഞു കൊഴുത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശപിക്കുന്നത്. ചിരഞ്ജീവിയായിട്ട് നടക്കട്ടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ അപ്പം കൊല്ലാം. ഭഗവാനാണോ നിഗ്രഹാനുഗ്രഹ ശക്തി ഇല്ലാത്തത്? ശപിക്കുമ്പോൾ അത് മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. മനസ്സ് വിഷമിക്കുമ്പോഴാണ് ശപിക്കുക. നരസിംഹത്തിൻ്റെ കണ്ണിലാണ് നരസിംഹത്തിൻ്റെ സ്നേഹിരിക്കണം. അതുകൊണ്ട് ഭഗവാന്റെ കണ്ണിനെ ധ്യാനിക്കണം. നരസിംഹത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ എല്ലാവരും നഖത്തിലും കയ്യിലും ഭഗവാന്റെ രൗദ്രതയും പറഞ്ഞിട്ടാണ് ഇതാക്കുക. ഭഗവാന്റെ രൗദ്രത എന്ന് പറഞ്ഞാൽ ആനന്ദ കണ്ണീരുണ്ടാക്കുന്ന കരച്ചിലാണത്. ഞാൻ പറഞ്ഞില്ലേ, രുദ്രൻ എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കണം. എങ്ങനെ കരയിപ്പിക്കണം? ആനന്ദം കൊണ്ട് കരയിപ്പിക്കണം. അതുകൊണ്ട് രൗദ്രമാണ്. അതാണ് നരസിംഹത്തിൻ്റെ രൗദ്രത. കിം ദുഷ്ടമർഹതി സമേ ഹരിരൂപഗൃഹിതം. പ്രഹ്ലാദൻ പറയുക, ഭഗവാനെ നിൻ്റെ ദയ, നിൻ്റെ സ്നേഹം നിന്നെ വെറുക്കുന്നവർക്ക് പോലും നീ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ചിന്തിക്കുന്നതാണ്. ഭഗവാനെ ചിന്തിച്ചാൽ മാത്രം മതി. അതിലെ ഭാവം എന്താണെന്നുള്ളത് പോലും പലപ്പോഴും വിഷയമല്ല ഭഗവാന്. ഭഗവാനെ വെറുത്തോണ്ട് ആലോചിക്കണവന് പോലും സദ്യോമുക്തിയാണ് കൊടുക്കുന്നത്. ഭഗവാന്റെ കമ്പാഷൻ, ആ കമ്പാഷനെ അവിടെ പുകഴ്ത്തി പറയണം. മാത്രമല്ല അവസാനമായിട്ട് പ്രഹ്ലാദൻ പറയണം, എനിക്ക് എൻ്റെ മനസ്സ് നിൻ്റെ പാദങ്ങളൊന്നും ഒരിക്കലും വിട്ടുപോകാതിരിക്കണം. എറ്റേണൽ സർവീസിന് വേണ്ടിയിട്ടാണ് വരം ചോദിക്കുന്നത്. എല്ലാ കാലത്തും ഞാൻ നിന്നെ സേവിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് പ്രഹ്ലാദ നീ ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇന്നും പ്രഹ്ലാദൻ ജീവിച്ചിരിക്കുന്നുണ്ട്. എറ്റേണൽ സർവീസാണ്. നീ എറ്റേണൽ സർവീസ് ചെയ്യണമെങ്കിൽ മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എറ്റേണൽ സർവീസ് ചെയ്യണമെന്ന്. ഈ ഹിരണ്യകശിപു എനിക്ക് മരിക്കരുതെന്ന് ബ്രഹ്മാവിനോട് വരം മേടിക്കുന്നതിന് പകരം ഭഗവാന്റെ എറ്റേണൽ സർവീസ് ചോദിച്ചിരുന്നെങ്കിൽ ഹിരണ്യകശിപു ഒരിക്കലും മരിക്കില്ലായിരുന്നു. പക്ഷെ അഹങ്കാരം സമ്മതിക്കില്ല അതിന്. അതുകൊണ്ട് അമരത്വം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങിയിട്ട് സ്വാർത്ഥ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. ഞാൻ സിദ്ധ ചികിത്സയെക്കുറിച്ച് പറഞ്ഞില്ലേ, യൗവനവും ആയുസ് നീട്ടലും ഒക്കെ സിദ്ധ ചികിത്സയിലുണ്ട്. കായകൽപ്പമൊക്കെ എന്തിനാ? ആരോഗ്യത്തോടെ ഇപ്പം കിട്ടിയിട്ടുള്ള ഈ ശരീരത്തിനെ നശിപ്പിക്കാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ശരീരത്തിൽ തന്നെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർക്ക് കർമ്മത്തിന് ചിലർക്ക് 5 മിനിറ്റ് കൊണ്ട് മോക്ഷം കിട്ടും, ചിലർക്ക് 5000 കൊല്ലം കൊണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ 5000 കൊല്ലം ജീവിച്ചിരിക്കണം. ഇപ്പം 400 വർഷം വരെ ജീവിച്ചിരുന്ന മഹാത്മാക്കൾ നമ്മുടെ തൊട്ട കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. ത്രൈലംഗസ്വാമിയൊക്കെ പോലെ. ത്രൈലംഗസ്വാമിക്ക് 420 വയസ്സൊറ്റയായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തിനെ കാണുമ്പോഴേ അദ്ദേഹത്തിന് 10-400 വയസ്സിൻ്റെ അടുത്തുണ്ട്. വിവേകാനന്ദ സ്വാമി ശരീരം വിട്ടതിന് ശേഷമാണ് അദ്ദേഹം ഭൂമിയിൽ നിന്ന് പോയിരിക്കുന്നത്. ഏകദേശം 3-4 നൂറ്റാണ്ട് മുമ്പ് ജനിച്ച ആൾ ആന്ധ്രയിൽ. നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം. ത്രൈലംഗസ്വാമിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തന്നെ നിങ്ങൾക്ക് കാണാം. കഞ്ഞിവെള്ളം 6 മാസം കൂടുമ്പോഴൊക്കെ ഒരിത്തിരി കഞ്ഞിവെള്ളം കുടിക്കും. ഇത്ര വലിയ ശരീരമാണ്. ചിലപ്പോൾ ഗംഗയിൽ ഇങ്ങനെ ഒഴുകി നടക്കണം കാണാം ഇരുന്നുകൊണ്ട്. അങ്ങനത്തെ ഒരാൾ. അത്ര ശക്തനായിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. അപ്പം പ്രഹ്ലാദൻ്റെ ആ എറ്റേണൽ സർവീസിനുള്ളതാണ്. അതിൽ പ്രഹ്ലാദസ്തുതി നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഭക്തിയുടെ പരമകാഷ്ഠ, ഭക്തിയുടെ പരമോന്നതി, അതുപോലെ സമർപ്പണം, വിനയം, ഭഗവാന്റെ ദയയിലുള്ള അചഞ്ചലായിട്ടുള്ള വിശ്വാസം. ആ അചഞ്ചലായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാനെ നമുക്ക് ഏത് രൂപത്തിൽ കണ്ടാലും ഭയം എന്നൊന്നും വരുന്നില്ല. ഒരു രൗദ്ര രൂപം കാണുമ്പോൾ അയ്യോ എന്നെ ഇത് ഉപദ്രവിക്കുമോ എന്ന് തോന്നിയാൽ കഴിഞ്ഞു, അവിടെ ഭക്തി ഇല്ല. രൗദ്രയായിട്ടുള്ള കാളിയെ കണ്ട് വെട്ടി പറിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. എന്തിനാ വീരസാധന പഠിപ്പിക്കണത്? ശ്മശാന സാധന. താരയുടെയൊക്കെ സാധനങ്ങളിൽ ശ്മശാനത്തിൽ പോയിട്ട് അപ്പം മരിച്ചിട്ടുള്ള മൃതദേഹം പകുതി കത്തിയതിനാണെങ്കിലും ആ മൃതദേഹം മോഷ്ടിക്കണം എന്നാണ്. ആ മൃതദേഹം മോഷ്ടിച്ച് മാറ്റി, അത് സ്ത്രീയുടേതായ വളരെ വിശേഷം. എന്നിട്ട് അതിൻ്റെ മധ്യഭാഗത്ത് ഇരിക്കണം ശവത്തിൻ്റെ. അതിൻ്റെ മുകളിലിരുന്നിട്ട് ആ ജപം. കുറച്ച് കഴിയുമ്പോൾ എന്താ ഈ ഇരിക്കുമ്പോൾ ഈ പ്രഷർ കാരണം ഇത് അങ്ങോട്ട് ഇങ്ങനെ ടങ്ങ് വരും. ജപിച്ച് കണ്ണുറക്കും പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിൽ തീരും മിക്കവരും. ആ രൗദ്രത ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. അതും ഈശ്വരനാണ്. ചുമ്മാ വെറുതെ വീട്ടിൽ ഫോട്ടോ വയ്ക്കുന്നുണ്ട്, യാം ഇരിക്കാൻ ഭയമേന്നും പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? അല്ലേ, ഞാനിരിക്കുമ്പോൾ എന്തിനാണ് പേടിയെന്ന് ചോദിക്കണേ, പടം വയ്ക്കും. പക്ഷേ ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തില്ല. നരസിംഹത്തിൻ്റെ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയത്തിനെ കിട്ടാനാണ്. ഭയം ഇല്ലാതാക്കുന്ന, മരണഭയത്തെ മറികടക്കണ അമരത്വത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പ്രഹ്ലാദസ്തുതി നമുക്ക് പഠിപ്പിച്ചു തരുള്ളൂ. അങ്ങനെ പ്രഹ്ലാദൻ്റെ ആ സ്തുതി കേട്ട് ഭഗവാൻ സന്തുഷ്ടനാവും. ഭഗവാൻ പറയും, നിൻ്റെ സകല തലമുറകളും, നിൻ്റെ 14 തലമുറകളും ശുദ്ധരായി നിൻ്റെ ജനനം കൊണ്ട്.
പ്രഹ്ലാദ, നിന്നെപ്പോലൊരു ഭക്തൻ എനിക്ക് ഉണ്ടായിട്ടില്ല. നീ എനിക്കെന്നും പ്രിയപ്പെട്ടവരായിരിക്കും. എൻ്റെ അച്ഛൻ്റെ രാജ്യം ഞാൻ എന്താ നിനക്ക് തരണു. കാരണം ഒരു രാജാവിനെ വധിച്ചാൽ ആ രാജ്യം പിന്നെ വധിച്ച ആളുടെയാണ്. അപ്പം നരസിംഹത്തിൻ്റെയാണത്. ഹിരണ്യകശിപുവിൻ്റെ സാമ്രാജ്യം നരസിംഹത്തിൻ്റെയാണ്. ഹിരണ്യകശിപുവിൻ്റെ സാമ്രാജ്യം എന്തായിരുന്നു? നമ്മുടെയൊക്കെ മനസ്സ്. അഹങ്കാരം മനസ്സുകളെ ഭരിച്ചിരുന്നു. ആ സാമ്രാജ്യം ഭഗവാൻ വീണ്ടെടുത്തു. എന്നിട്ട് അത് ഭക്തിയുടെ രൂപമായിട്ടുള്ള പ്രഹ്ലാദന് കൊടുത്ത് അവിടുത്തെ ചക്രവർത്തിയായിട്ട് ഭക്തരാജനെ സിംഹരാജൻ അഭിഷേകം ചെയ്യണം. അവിടെ സിംഹശബ്ദം വരാൻ തന്നെ കാരണം ശരിക്കും എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കാരണം മൃഗങ്ങളിൽ സിംഹമാണ് ഞാൻ എന്ന് വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ മൃഗങ്ങളിൽ ഞാനാണ് സിംഹം എന്ന് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പം എന്തിലൊക്കെ അതിൻ്റെ പൂർണ്ണകാഷ്ഠയിൽ നിൽക്കുന്നുണ്ടോ അതൊക്കെ ബ്രഹ്മത്തിൻ്റെ പൂർണ്ണരൂപമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. അങ്ങനെ ഭഗവാന് സന്തുഷ്ടനായി ഭഗവാൻ. അതിനുശേഷം പ്രഹ്ലാദനെ രാജ്യാഭിഷേകം കഴിപ്പിച്ച് ആ സിംഹാസനത്തിലിരുത്തി ഭഗവാൻ തന്നെ കലശാടി, ഭഗവാൻ തന്നെ കിരീടം ശിരസിൽ വെച്ചു കൊടുത്ത് 7 വയസ്സുള്ള കുട്ടിയെ എന്താ പറയുക അവിടെ രാജ്യാഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ചക്രവർത്തിയായി അവരോധിച്ചതിന് ശേഷം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് മഹാലക്ഷ്മിയോട് കൂടിയിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്യും. അന്തർധാനം ചെയ്ത് കഴിയുമ്പോൾ യുധിഷ്ഠിരൻ്റെ അടുത്ത് തുടർന്ന് നാരദൻ പറയാണ്, ഇപ്പം അങ്ങേക്ക് മനസ്സിലായല്ലോ ജയവിജയന്മാരുടെ ആദ്യത്തെ ജന്മം ഇങ്ങനെയായിരുന്നു. അതിനുശേഷം രാവണനും കുംഭകർണനുമായിട്ട് ജനിച്ചു, ശ്രീരാമൻ അവരെ വധിച്ചു. അതിനുശേഷം ശിശുപാലനും ദന്തഭക്തനുമായിട്ട് ജനിച്ചത് ഇവർ 2 പേര് തന്നെയാണ്. ഇപ്പോൾ അങ്ങേക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം? ശിശുപാലനെ എന്തുകൊണ്ട് ഭഗവാൻ വധിച്ച് മോക്ഷം കൊടുത്തു എന്ന്. ഈ ഹിരണ്യകശിപു തന്നെയാണ് ശിശുപാലൻ എന്ന് പറയുമ്പോൾ യുധിഷ്ഠിരന് തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. അപ്പോഴാണ് പറയണത്, നരസിംഹം പ്രഹ്ലാദൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അവൻ്റെ കൂടെ താമസിച്ചില്ല. അവനെ രാജ്യം കൊടുത്ത് രാജാവാക്കിയതിന് ശേഷം അവിടുന്ന് അപ്രത്യക്ഷനായി പോയി. പക്ഷേ ആ നരസിംഹം തന്നെയാണ് നിങ്ങളുടെ ബന്ധുവായിട്ടുള്ള കൃഷ്ണനായിട്ട് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. അവൻ നിങ്ങളെ ബന്ധു എന്ന് പറയണു. ആ പരബ്രഹ്മം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിപ്പുറത്ത് നിൽക്കണു. അതുകൊണ്ട് വില മനസ്സിലാക്കി പെരുമാറുക യുധിഷ്ഠിര എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ചോദിക്കും, ആ ഭഗവാന്റെ മഹിമ അറിയാനുള്ള മാർഗം എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയും, പണ്ട് ഈ കൃഷ്ണനാണ് മയനുണ്ടാക്കിയ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന്, ലോക ദുരന്തത്തിൽ നിന്ന് രുദ്രനെ പോലെ രക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ട് ത്രിപുരദഹനത്തിൻ്റെ കഥ അവിടെ പറയുള്ളൂ. ത്രിപുരദഹനം ഞാൻ ഇപ്പോൾ വിസ്തരിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയണ കഥയാണ്. മയൻ എന്ന് പറയണ അസുരശില്പി ഇരുമ്പ്, സ്വർണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ട്, സ്വർണം, വെള്ളി, ഇരുമ്പ് കൊണ്ട് 3 പുരങ്ങളുണ്ടാക്കുന്നതും ആ പുരങ്ങളെ ഇവർ വിദ്യുന്മാലി തുടങ്ങിയിട്ടുള്ള താരകാസുരൻ്റെ പുത്രന്മാരായിട്ടുള്ള രാക്ഷസന്മാർ അഥവാ അസുരന്മാർ അതിൽ സഞ്ചരിച്ചുകൊണ്ട് ലോകത്ത് മുഴുവൻ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയൊക്കെ ചെയ്തു. അത് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അദൃശ്യരായിട്ടാണ് സഞ്ചരിക്കാൻ പറ്റുക. ഇവർ വന്ന് ഒരു സ്ഥലത്ത് ആക്രമണം അഴിച്ചു വിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചാക്രമിക്കാൻ ഇവരെ കാണാൻ പറ്റില്ല, ആൾക്കാർ മരിച്ചു വീഴുള്ളൂ. പ്രിഡേറ്റർ സിനിമ പോലെ. പ്രിഡേറ്റർ സിനിമയിൽ അങ്ങനെയാണല്ലോ, ആക്രമിക്കുന്ന ആളെ കാണില്ല, വെട്ടുകൊണ്ട് മരിക്കുകയാണ്. ഇതുപോലെയാണ് ഈ പുരങ്ങൾ സഞ്ചരിക്കുക. പക്ഷേ ഇവർ ലാർജ് സ്കെയിൽ ഡെവസ്റ്റേഷനാണ് നടത്തുക. ഒരു ഹോൾ പ്രദേശം പോയിട്ട് ബോംബ് ചെയ്തിട്ട് പോകും, വിമാനം കാണൂല. അതുപോലുള്ള ആക്രമണങ്ങൾ അഴിച്ചു വിടുമ്പോൾ അവരെ ആ ദേവന്മാർ പോയിട്ട് മഹാദേവനോട് പ്രാർത്ഥിക്കും. മഹാദേവൻ അശ്വതം കൊണ്ട് അവരെ നശിപ്പിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്ത് ഒരു വിശേഷമായിട്ടുള്ളൊരു തേര്, അതൊക്കെ കണക്കുണ്ട്. ആ തേരിൻ്റെ ചക്രം വിഷ്ണു, അങ്ങനെ എന്താ പറയുക, ബാണം, ശ്വാസം, മുന, ബ്രഹ്മവിദ്യ, അതൊക്കെ അർത്ഥമുണ്ട്. ശരിക്ക് നമ്മളിലുള്ള സത്വ രജ തമോ ഗുണങ്ങളെ പ്രാണൻ്റെ രോധനം ചെയ്തിട്ട് ആത്മവിദ്യ കൊണ്ട് നശിപ്പിക്കുന്ന വിദ്യയാണ് ശരിക്കും ത്രിപുരദഹനം കഥ. ത്രിപുരദഹനം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാനിതിങ്ങനെ ഇടയ്ക്ക് പറയുമ്പോൾ ശരത്തിൻ്റെ ചാനൽ കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും കരുതരുത് ഗുരുവായൂരപ്പ, അതുകൊണ്ടല്ല പറയണത്. ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങളും കേൾക്കുന്നുണ്ട്, ഇത് അപ്പം റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നാളെ ആരെങ്കിലും കേൾക്കും, ആർക്കോ ഒരാൾക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയണം. ഞാൻ ഒരു സ്ഥലത്തും അവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല പറയാറ്. അപ്പം ത്രിപുരദഹനം ഒരു ശിവരാത്രിക്ക് ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് പാശുപതാസ്ത്രം എന്ന് പറയുന്നത് അസ്ത്രമല്ല, അതൊരു ശ്വാസക്രിയയാണ്. ജീവൻ്റെ രഹസ്യം മനസ്സിലാക്കാനുള്ള ശ്വാസക്രിയയാണ്. രഹസ്യം മനസ്സിലാക്കിയ ജീവൻ എടുക്കാനും സാധിക്കും. അതുകൊണ്ടാണ് പാശുപതം കൊടുത്തിട്ടും പറയണത് ഇത് ഉപയോഗിക്കരുത്, ഇത് സാധാരണക്കാരുടെ മേലേക്കൊന്നും ഉപയോഗിച്ചേക്കരുത് അർജുന എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ കൊടുക്കണത് തന്നെ. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ പാശുപതം ഉപയോഗിച്ചിട്ടുമില്ല അർജുനൻ.
അർജുനൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്, വൈഷ്ണവാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ പാശുപതം അർജുനൻ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. വാങ്ങി വെച്ചു. നമ്മൾ വീട്ടിൽ ചിലർ നല്ല അടിപൊളി റിവോൾവർ വാങ്ങിയിട്ട് ഫ്രെയിം ചെയ്ത് വയ്ക്കും, വരുന്നവരൊക്കെ ഒന്ന് കണ്ട് പേടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. അതുമാതിരി അസ്ത്രം വാങ്ങി വെച്ചു. അതാ വിദ്യയാണ്, പാശുപതാസ്ത്ര വിദ്യ എന്നാണ് പറയുക അതിന്. അതൊരു ശ്വാസക്രിയയാണ്. നോക്കൂ, നമ്മൾ ഇന്ത്യക്കാർക്ക് പോലും അത് മനസ്സിലായിട്ടില്ല ഇന്നേ വരെ. ഭാരതീയർക്ക് ഇപ്പോഴും പാശുപതാസ്ത്രം പറഞ്ഞാൽ എന്തോ അമ്പാണെന്ന വിചാരം. പീറ്റർ ബ്രൂക്സ് മഹാഭാരതം 6 പാർട്ടായിട്ടുള്ള നാടകവും സിനിമയാക്കിയപ്പോൾ ആ മഹാത്മാവിന് അത് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ സുഹൃത്താണ് സൈമൺ ബ്രൂക്ക്. ഞാൻ സൈമണിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഒരു പിറന്നാളിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഒപ്പിട്ട് തന്നു എനിക്ക്. അന്ന് ഞാൻ കുറേ നേരം സംസാരിക്കാൻ പറ്റിയപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് പാശുപതാസ്ത്രം ഈസ് എ ബ്രീത്തിങ് ടെക്നിക്ക്. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. പാശുപതാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തൊടുക്കാൻ പറ്റണ ഒരു അസ്ത്രമാണെന്നാണ് ഇവർ കരുതുന്നത്. ശിവൻ ആത്മാവാണ്. ആ ആത്മാവിനെ അറിയുള്ളൂ ജീവനെ നിയന്ത്രിക്കേണ്ട രഹസ്യം. അതുകൊണ്ടാണ് പശുപതി എന്ന് പേര് ഭഗവാന്. ആ പശുപതിയുടെ എന്തറിവാണോ ഭഗവാനെ പശുപതിയാക്കണത് അത് പാശുപതം. അതുകൊണ്ട് പാശുപത വിദ്യയാണ്. പാശുപത അസ്ത്രം എന്ന് പറഞ്ഞാൽ അത് വിദ്യയാണ്. എല്ലാ വിദ്യകളും അസ്ത്രമാണ്, അത് യാതൊരു സംശയമില്ല. എല്ലാ നോളജും അസ്ത്രമാണ്. അപ്പം അങ്ങനെ ത്രിപുരദഹനാഖ്യാനം പറയണു. ആ മഹാദേവനെ ത്രിപുരത്തെ നശിപ്പിച്ച ഭഗവാനെ അതിന് ശക്തി പകർന്ന നാരായണനെയും എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഈ ഗുണങ്ങളെ എങ്ങനെ നശിപ്പിക്കും? മഹാദേവൻ ഇങ്ങനെ നശിപ്പിച്ചല്ലോ, അപ്പോൾ ഈ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നശിപ്പിക്കും? സത്വഗുണത്തിൻ്റെ രൂപത്തിലുള്ള സ്വർണ്ണപുരം, വെള്ളിയുടെ രൂപത്തിലുള്ള എന്താ പറയുക രജോഗുണപുരം, അതേമാതിരി ഇരുമ്പിൻ്റെ രൂപത്തിലുള്ള തമോ ഗുണപുരം. ഇത് 3 പുരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് തന്നെയുള്ള ഗുണങ്ങളാണ് നമ്മളെ അദൃശ്യരായിട്ട് വന്നിട്ട് ആക്രമിച്ച് വീഴ്ത്തുന്നത്. അതിനെ എങ്ങനെ മറികടക്കും എന്ന് ചോദിക്കുമ്പോൾ വർണ്ണാശ്രമധർമ്മം ഉപദേശിക്കും നാരദ മഹർഷി. ആ വർണ്ണാശ്രമധർമ്മം എങ്ങനെയൊക്കെ പറഞ്ഞാൽ ആദ്യം മനുഷ്യരുടെ സനാതനധർമ്മത്തിനെക്കുറിച്ച് വിസ്തരിച്ചിട്ട് പറയണു. എങ്ങനെയാണ് ഒരു ബ്രഹ്മചാരി ജീവിക്കേണ്ടത്? ബ്രഹ്മചാരി പഠനങ്ങളൊക്കെ ചെയ്യണം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, അറിവ് സമ്പാദിക്കേണ്ട പ്രായത്തിൽ അറിവ് സമ്പാദിക്കണം. അറിവ് സമ്പാദിക്കലുള്ള ബ്രഹ്മചാരിയുടെ പ്രഥമമായിട്ടുള്ള ഡ്യൂട്ടി. എന്തറിവ്? ആദ്യം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ സമസ്തവും ബ്രഹ്മമാണെന്നുള്ള സമഭാവന, വിശ്വഭാവന ഉണ്ടാക്കണം. നമ്മൾ സമഭാവന, ഇക്വാളിറ്റി എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ദിവസവും രാവിലെ സ്കൂളിൽ ചെല്ലണ പ്രയറിൽ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ആരോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇവർ കല്യാണം കഴിക്കാമെന്ന് ചോദിക്കും അത്രയും. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രതിജ്ഞകൾ പ്ലഡ്ജൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളിലേക്ക് നമ്മൾ യഥാർത്ഥ സമഭാവന പഠിപ്പിക്കുന്നില്ല. യഥാർത്ഥ സമഭാവന പഠിപ്പിക്കണമെങ്കിൽ ഈ നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റിയും ഡൈവേഴ്സിറ്റി ഇന്ത്യയുടെ മുഖമുദ്രയാണെന്ന് വരാൻ കാരണം ഈ ശങ്കരാചാര്യ സ്വാമികൾ ഈ ആസേതു ഹിമാചല അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയും ഈ ഇവിടുന്ന് കിഴക്കോട്ടും പടിഞ്ഞാട്ടും ആ പാവം 32 വർഷം കൊണ്ട് നടന്നുണ്ടാക്കിയതാണ് ഇന്നും ഈ ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം. ശരിക്കും നാഷണൽ ഇൻ്റഗ്രേഷൻ നടത്തിയിട്ടുള്ളത് ശങ്കരനാണ്. ശങ്കരൻ സ്ഥാപിച്ചിട്ടുള്ള ധർമ്മത്തിൻ്റെ മുകളിലാണ് ഭാരതം ഇന്നും നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് എന്നോ ചതറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയണത് തന്നെ അദ്വൈത. എന്താ ഈ നാനാത്വത്തിൽ ഏകത്വം? അത് ഈ ഭാരതവർഷം എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഡൊമൈനിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അത് കാഴ്ചയിലൊക്കെ വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സനാതനമായ ശക്തിയാണെന്നുള്ള തിരിച്ചറിവിനെ ജീവിതത്തിൽ ആചരിക്കലാണ് സനാതനധർമ്മം. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ കാലത്ത് ഈ ധർമ്മത്തെ പഠിക്കുക എന്നുള്ളതാണ്. സകലതും വിശ്വഭാവന. ആ വിശ്വഭാവന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഗുരുവായൂരപ്പൻ്റെ ഉപചാരമന്ത്രം എന്താ അറിയുമോ? ഗുരുവായൂരപ്പൻ്റെ ഉപചാരമന്ത്രം മഹാവിഷ്ണുവിനെ ഏത് ക്ഷേത്രത്തിലും കേരള സമ്പ്രദായത്തിലും ഉപചാരമന്ത്രം എന്താണെന്നുള്ളത് കേട്ടാൽ അതിൻ്റെ മനസ്സിലാവും. ജിതന്തേ പുണ്ഡരീകാക്ഷ നമസ്തേ വിശ്വഭാവന സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷപൂർവജ. അവിടെ സുബ്രഹ്മണ്യ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസ്വരൂപമായവൻ, നന്നായി ബ്രഹ്മത്തെ അറിയണവൻ. ഭക്തൻ്റെ രൂപമാണെങ്കിൽ ബ്രഹ്മത്തെ അറിയണവൻ, ഭഗവാന്റെ രൂപമായിട്ടിരിക്കുമ്പോൾ ബ്രഹ്മം തന്നെ ആയവൻ. അതുകൊണ്ട് സുബ്രഹ്മണ്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ്. അവിടെ ആ വിശ്വഭാവന എന്നുള്ള ശബ്ദം മറക്കാൻ പാടില്ല. ഇത് ജല്ലി പൂജ കഴിക്കുന്ന ആൾ പോലും ആലോചിക്കാറില്ല. നാരായണൻ്റെ ഏത് അവതാരത്തിൻ്റെ ഉപചാരമന്ത്രം ഇതാണ്. ഉപചാരം കൊടുക്കുമ്പോൾ ജിതന്തേ പുണ്ഡരീകാക്ഷ, അവിടുന്ന് ജയിച്ചാലും പുണ്ഡരീകാക്ഷ. പുണ്ഡരീകമായിട്ടുള്ള നയനങ്ങൾ ഇവിടം തുടങ്ങി കാത് വരെയാണ് അത്ര കണ്ണിൻ്റെ
ഏകദേശം ചെവിടെ അടുത്തേക്ക് വരുന്നു, കണ്ണിൻ്റെ ഈ അറ്റം. അത്ര വലിയ കണ്ണാണ് ഭഗവാന്റെ. കൃഷ്ണൻ ഭൂമിയിൽ നടന്നപ്പോഴും രൂപത്തിൽ അങ്ങനെയായിരുന്നു, വിശാലമായ കണ്ണുകളാണ്, അത്ര തേജസ്സുള്ള കണ്ണുകൾ. എന്തിനാണ് ഇത്ര വിശാലമായ കണ്ണുകൾ സിംബോളിക്കായി കൊടുത്തിരിക്കുന്നത്? പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഈശ്വരനെ നന്നായി കാണാനാണ്. പുണ്ഡരീകാക്ഷം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ വിശ്വഭാവന പഠിപ്പിക്കുക എന്നുള്ളതാണ് ബ്രഹ്മചര്യത്തിൻ്റെ കാലത്തെ ഏറ്റവും വലിയ നിഷ്ഠ എന്ന് നാരദൻ സൂചിക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരം എടുത്താൽ ശരീരത്തിന് ചില ധർമ്മങ്ങളുണ്ട്. അതിന് പ്രത്യുൽപാദനം നടത്തണം, അതിന് ഭക്ഷണം കഴിക്കണം, തലമുറകളിൽ കൂടെ അറിവ് പകർന്നു കൊടുക്കണം, ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താ, ഇനി ഇതിന് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നേരെ കട്ട് ചെയ്ത് പോവാം. ആരും പറയില്ല. പ്രഹ്ലാദൻ തന്നെ പറഞ്ഞ മാതിരി അച്ഛാ വനത്തിൽ പോണേലേ നല്ലത് എന്ന് ചോദിച്ചു. പക്ഷെ ആ പ്രഹ്ലാദൻ പോലും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് രാജ്യാധികാരം കൈയാളിയിട്ടാണ് ജീവിച്ചത്. അപ്പം ഈശ്വരൻ നിശ്ചയിക്കുന്നത് ക്രമാനുക്രമമായിട്ട് അറിവ് സമ്പാദിച്ചാൽ പിന്നെ അവിടുന്ന് ജീവസന്ധാരണം ചെയ്യണം, ജീവൻ തലമുറകൾ ഉണ്ടാവണം. മാത്രമല്ല ഈ അറിവ് സമ്പാദിക്കുന്ന ബ്രഹ്മചാരിക്കും അറിവിനെ പ്രചരിപ്പിക്കുന്ന സന്യാസിക്കും ഒക്കെ വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടതും ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമാണ്. ഗൃഹസ്ഥാശ്രമം എന്തിനാ വെച്ചാൽ റിസോഴ്സ് ജനറേഷന് വേണ്ടിയിട്ടാണ്, അയാളുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഏറ്റവും ടഫസ്റ്റ് ആശ്രമം, ഏറ്റവും റെസ്പോൺസിബിലിറ്റിയുള്ള ആശ്രമം ഗൃഹസ്ഥാശ്രമമാണ്. നോക്കൂ, മഹാശക്തികളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ്. മഹാദേവൻ ഗൃഹസ്ഥാശ്രമിയാണ്, കൃഷ്ണൻ ഗൃഹസ്ഥാശ്രമിയാണ്, നാരായണൻ ഗൃഹസ്ഥാശ്രമിയാണ്, ബ്രഹ്മദേവൻ ഗൃഹസ്ഥാശ്രമിയാണ്. കാരണം എന്താ, ഐഡിയൽ ഫോം ഓഫ് ആശ്രമം ശരിക്കും ഗൃഹസ്ഥാശ്രമമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ, അതിൻ്റെ അടുത്ത ക്രമത്തിലേക്ക് വരുമ്പോൾ ഈ ഗൃഹസ്ഥാശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാ മാനസിക ബന്ധനങ്ങളെയും ഉപേക്ഷിച്ച് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുക, ബ്രഹ്മവിചാരം ചെയ്യുന്ന കാലഘട്ടമാണ്. അതാണ് വാനപ്രസ്ഥം. അല്ലാണ്ട് ഇന്നിപ്പോൾ നമുക്ക് കാട്ടിൽ പോകാൻ പറ്റില്ല, കാട്ടിൽ പോയിട്ട് ഇരിക്കാൻ പറ്റില്ല. ശരിക്കും നമ്മളൊരു ജോലിയിൽ പോലും നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നതാണ് വാനപ്രസ്ഥത്തിൻ്റെ ആരംഭം. നമ്മൾ പറയുക അയാൾ രാഷ്ട്രീയ വാനപ്രസ്ഥത്തിലേക്ക് പോയി, വായിച്ചിട്ടുണ്ടാവും. രാഷ്ട്രീയ വാനപ്രസ്ഥം, ഇതൊക്കെ വാക്കുകളാണ്, നമ്മൾ പത്രക്കാർ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷെ ശരിക്കുള്ള വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ദ മൊമെൻറ്റ് വി സ്റ്റാർട്ട് അൺടൈങ് അവർ സെൽസ്, അത് 10 വയസ്സിലാവാം, 20 വയസ്സിലാവാം, 30 വയസ്സിലാവാം, എപ്പോൾ വേണമെങ്കിലാവാം. വ്യക്തിപരമായിട്ട് ഞാൻ ആ പണി തുടങ്ങിയത് എൻ്റെ 27ാമത്തെ വയസ്സിലാണ്. 27ാമത്തെ വയസ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ഷെഡ് ഇയറായിരുന്നു. 27 വയസ്സ് തൊട്ടിട്ടാണ് ഞാൻ ഈ അൺടൈങ് തുടങ്ങിയത്. 42 വയസ്സായപ്പോൾ ഞാൻ ഭഗവാന്റെ എന്താ പറയുക കാര്യങ്ങൾക്ക് മാത്രമായിട്ട് കൂടുതൽ സമയം നീക്കി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് താനെ എത്തിയതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഭവമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രചോദനമോ അല്ലെങ്കിൽ പുച്ഛോ എന്താ വെച്ചാൽ തോന്നുള്ളൂ. അപ്പോൾ അതങ്ങ് ഇട്ട് തരികയാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അടികൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ അടികൊണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, കാരണം നമ്മൾ വിചാരിക്കുമോ കറക്റ്റായി എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്ത ഈഗോ വരിക, അകത്തുനിന്ന് അടുത്ത പുലിവാല് വരിക, ഒരു കുഴപ്പം കണ്ടുപിടിക്കും. ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലയളവാണ് ഗൃഹസ്ഥാശ്രമി. ആ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കോർ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ പുത്രേഷണേ എന്നാണ് അത്ര ബാക്കിയൊക്കെ തുടങ്ങണം. ഈ കുട്ടികൾ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് നീഡ്സ് കൂടി, റിസോഴ്സസ് കൂടുതൽ വേണം. അപ്പോൾ എന്താ, ലോകേഷണ വർദ്ധിക്കും, ധനം സമ്പാദിക്കാനുള്ള. അപ്പോൾ കൂടുതൽ ടൈയിങ്ങുകൾ നമുക്ക് വരും. പക്ഷെ ആ ടൈയിങ്ങിനെ ഈശ്വരാർപ്പണമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നാൽ പ്രപഞ്ചത്തിൽ ജീവൻ്റെ തുടർച്ച ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ നമ്മളതിൽ കുടുങ്ങുകയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥത്തിനുള്ള പ്രിപ്പറേഷനാണ്. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അത് എത്ര ആരോഗ്യമുള്ള കാലത്ത് തുടങ്ങാൻ പറ്റുമോ അത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ട്രാൻസിഷൻ ഉണ്ടാവും. അതുകൊണ്ട് റിഗ്രറ്റുകൾ വരില്ല. ഞാൻ മിനിഞ്ഞാന്നോ നാലാന്നോ പറഞ്ഞ മാതിരി ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നും. ഒറ്റപ്പെടലാണല്ലോ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം. ഞാൻ പറയണ കേൾക്കാനാടില്ല, ഞാൻ ഒറ്റപ്പെട്ടു, ഇത് രണ്ടാണ് നമ്മളെ ഏറ്റവും കൂടെ മതിക്കുന്ന പ്രശ്നങ്ങൾ. അതെന്താ കാരണം വെച്ചാൽ നമ്മൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്. അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരില്ല. അത് പറയാൻ എളുപ്പമല്ലേ ശരത്തേജ് ചോദിക്കും. പറയാൻ എളുപ്പമല്ല, പക്ഷെ അത് സാധിക്കും. അത് സാധിക്കും. അതിനുള്ള അഭ്യാസം, നിരന്തരാഭ്യാസമാണ് ശരിക്കും നമുക്ക് നാരദ മഹർഷി പഠിപ്പിച്ചു തരണം. ഞാനതൊക്കെ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, അതൊന്നും വിസ്തരിച്ച് പോകണില്ല. അതിൽ ഓരോ എന്താ പറയുക ജാതികളുടെ ഡ്യൂട്ടി, ഓരോ വർണ്ണങ്ങളുടെ ഡ്യൂട്ടി, ഓരോ ലിംഗങ്ങളുടെ ഡ്യൂട്ടി, ഓരോ എന്താ പറയുക ധർമ്മങ്ങൾ, ഈ ആശ്രമങ്ങളുടെ ഡ്യൂട്ടി, ഇതൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. സന്യാസിയെ പോലെ ഇരിക്കണം. അവനവൻ്റെ ശരീരത്തെ പിണ്ടം വെച്ച് ആത്മാവ് മാത്രമാണ് താൻ എന്ന് പറഞ്ഞ് നടക്കണവനാണ് സന്യാസി.
അതും അതിക്രമിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അത്യാശ്രമിയാവാം, അവധൂതനായിട്ട് നടക്കാം. അതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദൻ്റെ രാജ്യഭാര കാലത്ത് പ്രഹ്ലാദൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ വെച്ചിട്ടൊരു അവധൂതനെ കണ്ടുമുട്ടിയ കഥ പറയണം. ആ അവധൂതൻ സാക്ഷാൽ ദത്താത്രേയ മഹർഷിയാണ്. ഈ ദത്താത്രേയ മഹർഷിയുടെ കഥ ഇനി നാരായണൻ വീണ്ടും കൃഷ്ണൻ പറയും. ഉദ്ധവോപദേശത്തിൽ 24 ഗുരുക്കന്മാർ പറയുമ്പോൾ വീണ്ടും ദത്താത്രേയൻ്റെ കഥ പറയും. അപ്പോൾ ദത്താത്രേയൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്, മലമ്പാമ്പിനെ പോലെ ഇങ്ങനെ കിടക്കുകയാണ്, അജഗരവൃത്തി എന്ന് പറയും. പ്രഹ്ലാദൻ ചോദിക്കും, അങ്ങ് എന്തായി ചെയ്യണത്, അങ്ങ് ആരാണ് എന്ന് ചോദിക്കും. പറയും, ഞാനൊരു അവധൂതനാണ്, എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിടക്കും. എന്താണോ നമ്മൾ ഋഷഭൻ്റെ ചരിത്രത്തിൽ അവസാന ഭാഗത്ത് കണ്ടത്, അത് വീണ്ടും ഈ അജഗരവൃത്തി മലമ്പാമ്പിൻ്റെ ജീവിതം ജീവിക്കുന്ന ആ യോഗിയെ ഭഗവാൻ പ്രഹ്ലാദൻ കാണുന്ന ആ ഭാഗം വരും. അതിനുശേഷം അതിൽ സനാതനധർമ്മം, വർണ്ണാശ്രമധർമ്മം, സ്ത്രീകളുടെ ധർമ്മം, ബ്രഹ്മചര്യം, വാനപ്രസ്ഥം തുടങ്ങിയ ധർമ്മങ്ങളെ വിസ്തരിച്ച് പറയും. അത് കഴിഞ്ഞിട്ട് സന്യാസധർമ്മത്തിനെ അങ്ങോട്ട് വളരെ വിസ്തരിച്ചിട്ട് പറയും. സത്യം പറഞ്ഞാൽ സന്യാസധർമ്മം വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സന്യാസിമാരൊക്കെ സന്യാസിമാരാണോ തോന്നിപ്പോവും. പല സന്യാസിമാരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സന്യാസിമാരുടെയും കാര്യം അതിലേറെ കഷ്ടമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സന്യാസിമാർ, കാരണം സന്യാസ വേഷമാണെങ്കിലും, ഉദാഹരണത്തിന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ബോംബെയിൽ നിന്ന് ഞാനും ഫാമിലിയും കൂടെ മടങ്ങണ സമയത്ത് ഞങ്ങളുടെ തൊട്ട് മുന്നിൽ പ്രാഡോൻ്റെ ബാഗ്, അതിലും വില പിടിച്ചിട്ടുള്ളൊരു ചെരുപ്പ്, കയ്യിൽ ടിസോട്ടിൻ്റെ വാച്ച്, വെട്ടിത്തിളങ്ങണ സിൽക്കോട് കൂടിയിട്ടുള്ള ഒരു സാഫ്രൺ റോബൊക്കെ ഇട്ടിട്ട് റെയ്ബൻ്റെ ഗ്ലാസസൊക്കെ വെച്ചിട്ട് ഒരു വയസ്സായിട്ടുള്ളൊരു മുത്തശ്ശനായിട്ടുള്ളൊരു മഠാധിപതി വന്നിട്ടിരുന്നു. അദ്ദേഹം ചിലപ്പോൾ യോഗി ആയിരിക്കാം, ഞാൻ അദ്ദേഹത്തിനെ പുച്ഛിക്കണമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ മകൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഇയാൾ ശരിക്കും സന്യാസിയാണോ എന്ന്. നേരെ മുന്നിലായിരിക്കണേ. കാരണം ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ച്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മാക്ഡൊണാൾഡ്സിലെ ബർഗറാണ്. വെജായിരിക്കാം, പക്ഷെ അദ്ദേഹം കഴിക്കണ ആൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പെട്ടി പിടിക്കാനും ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. വളരെ ജ്വൽ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഏതൊരു മഠാധിപതിയാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഇത് സന്യാസിയാണോ ശരിക്കും? എനിക്കതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അവനവൻ്റെ ശരീരത്തിൽ നശിച്ച സന്യാസി ആയിരിക്കുന്നത്, ആത്മാവിൽ നശിച്ച സന്യാസി ആയിരിക്കില്ല. ശരീരം നശിച്ച സന്യാസി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ മുന്നിലായിട്ട് ഇരിക്കുക. ഐ തിങ്ക് ഹി വാസ് യൂസിങ് എ പെർഫ്യൂം ഓൾസോ. അപ്പോൾ അങ്ങനെ ഒരു അത് കഴിഞ്ഞിട്ട്, അപ്പോൾ ആ വിഷമത്തിൽ ഞാൻ ഇരുന്നതിന് പകരമായിട്ട് ഭഗവാൻ എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞാൻ സോമനാഥത്ത് നിന്ന് ഡിയുവിലേക്ക് മടങ്ങുമ്പോൾ, ഡിയുവിൽ നിന്ന് ഞാൻ അഹമ്മദാബാദിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റ് ഒഴിവായിരുന്നു. അത് ചെറിയ എയർക്രാഫ്റ്റാണ്. അപ്പം 3-4 സന്യാസിമാർ കയറി വന്നു, ചെറുപ്പക്കാർ. ഞാൻ നോക്കുമ്പോൾ വളരെ വയോധികരായിട്ട് ദീർഘമായിട്ടുള്ള താടിയൊക്കെയുള്ള ഒരു സന്യാസി, അവരുടെ ഗുരുനാഥൻ വരുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കണം ആ ഗുരുനാഥന്. അദ്ദേഹത്തിന് ബാക്കിലാ സീറ്റ്. അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എൻ്റെ അടുത്തുള്ള സീറ്റ് നമ്പർ. അയാളെ മാറ്റിയിട്ട് അപ്പുറത്ത് ഇരിക്കാൻ വേണ്ടി അദ്ദേഹം വന്ന് എൻ്റെ അടുത്തിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. അഹമ്മദാബാദ് എത്തിയത് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ വന്ന് ഇരുന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കൈ എടുത്തിട്ട് എൻ്റെ കൈയുടെ മുകളിൽ ഒന്ന് വെച്ചു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇരുന്നിട്ട് ജപിക്കാൻ തുടങ്ങി. അദ്ദേഹം ജപിച്ചുകൊണ്ടിരുന്നു, ഞാനും ജപിച്ചുകൊണ്ടിരുന്നു. അഹമ്മദാബാദ് എത്തിയത് പോലും അറിഞ്ഞില്ല. അതും സന്യാസിയാണ്. അപ്പോൾ സന്യാസധർമ്മത്തിനെ കുറിച്ച് വിസ്തരിച്ച് പറയണു. അത് കഴിഞ്ഞാണ് ഈ അവധൂതനും പ്രഹ്ലാദനും തമ്മിലുള്ള സംവാദം വരണത്. അത് കഴിഞ്ഞാൽ ദേശകാലാദി വിശേഷങ്ങൾ കൊണ്ടുള്ള ഗൃഹസ്ഥധർമ്മത്തിനെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഗൃഹസ്ഥർ പഠിക്കേണ്ടതാണ്. കൊല്ലങ്കോട് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ വ്യാഖ്യാനം കിട്ടും. ഗുരുവായൂർ ദേവസ്വം പബ്ലിഷ് ചെയ്ത 8 വോളിയം. ആ മഹാത്മാവ് ജീവിതം മുഴുവൻ ദുരിതങ്ങൾ അനുഭവിച്ച് ഭഗവാൻ എല്ലാവരും എടുത്തു, ഭാര്യ എടുത്തു, മകനെ എടുത്തു, ഒറ്റയ്ക്കായി. ഒരു അബ്രാഹ്മണൻ ആദ്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്നിട്ട് സപ്താഹം നടത്തിയ ആളാണ്. അദ്ദേഹത്തിന് കൂത്തമ്പലത്തിരുന്ന് വായിക്കാൻ അനുമതിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ ആധ്യാത്മിക ഹാളിൽ കയറിപ്പോണ പടിയില്ലേ, പണ്ട് സ്വർണ്ണക്കോലം വെച്ചിരുന്നൊരു ഭാഗമുണ്ട്, ആ പ്രസാദ കൗണ്ടറിൻ്റെ ബാക്ക് വശം, അയ്യപ്പൻ്റെ നേരെ ആ കോർണറിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം വായിച്ചിരുന്നത്. അപ്പം ആ ഗൃഹസ്ഥധർമ്മ നിരൂപണം അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ. അത് വായിക്കുക, പഠിക്കുക. ഗൃഹസ്ഥന്മാർക്കുള്ള മോക്ഷധർമ്മത്തിൻ്റെ നിരൂപണത്തെ പറയണു. അതിനുശേഷം നാരദൻ തൻ്റെ പൂർവ്വജന്മ വൃത്താന്തത്തിനെ പറയണോട് കൂടിയിട്ട് 7ാമത്തെ സ്കന്ധം അവസാനിച്ചു. ആചാര്യനിപ്പോൾ വായിച്ചു നിർത്തിയിരിക്കുന്നത് 8ാം സ്കന്ധം തുടങ്ങി 1-ാമത്തെ അധ്യായം. അതിൽ സ്വയംഭുവ മനുവിൻ്റെ മന്വന്തരത്തിൻ്റെ ആ വർണ്ണന വരുന്നു.
യജ്ഞം എന്ന് പറയുന്ന ഭഗവാന്റെ അവതാരത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പറയണു. ആ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം. മനുവിൻ്റെ തപസ് പറയുന്നുണ്ട്. ആ സമയത്ത് മനു ഒരു മന്ത്രോപനിഷത്ത് പറഞ്ഞു എന്ന് പറയുന്നു. അതിൽ ആത്മാവാസ്യമിതം വിശ്വം യത് കിഞ്ചിത് ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീതാമാഘൃത കസ്യ സിധ്വനം. ഇത് ഈശാവാസ്യോപനിഷത്തിൻ്റെ മന്ത്രം. ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ അതേ മന്ത്രത്തിനെ ആത്മാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഭാഗവതത്തിൽ സമാധി ഭാഷയിൽ വിവരണം കാണും, ഉപനിഷത്തു നിന്നുള്ള മന്ത്രങ്ങൾ കാണും, വേദത്തു നിന്നുള്ള മന്ത്രങ്ങൾ കാണും, വളരെ ലൗകികമായിട്ടുള്ള വിവരണങ്ങളും കാണും. അതിൽ ഉപനിഷത്ത് മന്ത്രഭാഗമാണിത്. അതുകൊണ്ട് ഈ ബ്രഹ്മവിദ്യ ആഗ്രഹിക്കുന്നവർ മനുവിൻ്റെ ഈ ഉപനിഷത്ത് വായിച്ച് പഠിക്കുന്നത് വളരെ വിശേഷമാണെന്ന് പറഞ്ഞുകൊണ്ട് രാവിലത്തെ പ്രഭാഷണം ചുരുക്കണം. 9:30 നമുക്ക് വീണ്ടും കാണാം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണയ്യപ്പ. അടുത്ത ഗജേന്ദ്രമോക്ഷ കേട്ടോ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേയം മഗ്രാഹഗൃഹീതാംഗം മാമുഗ്ധനമവാർണവാൽ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേയം ആത്മഗ്രാഹഗൃഹീതാംഗം മാമുഗ്ധനമവാർണവാൽ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേയം ആത്മഗ്രാഹഗൃഹീതാംഗം മാമുഗ്ധനമവാർണവാൽ ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഗീയം ഗുരുദോസി മയാനാഥാം തീർത്ഥം ഭവസാഗരീയം പുരനോദീയോയം സഫലഃ സർവഥാ ത്വയാം വിഘ്നേനൈവ കർത്തവ്യം താതോഹം തവ കേശവാ സുഖരൂപ പ്രബോധജ്ഞാം വശാസ്ത്രവിധാനതാം തഥാ പ്രകാശേന തദജ്ഞാനം വിനാശയാം. നാരായണ 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 നമഃ പാർവതീപതേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ജന്മാദ്യസ്തേ തന്മയാദിതരതഷ്ടാർത്ഥേഷ്വവിഘ്നസ്വരാൾ തേനേ ബ്രഹ്മപ്രദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം വരം ധീമഹി ധർമ്മപ്രോജ്യതൈലമത്ര പരമോ ധർമ്മസ്തരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുജപദം താവത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമനികൃതേ കിംമാപരീരീശ്വരം സദ്യോ വർജവരുധ്യതേ പ്രകൃതഭി ശുശ്രൂഷവിസ്തക്ഷരാൽ
നിഗമത്പദനോർദളിതം ഫലം സുഖംഹാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരോ രസികാ ഭുവിഭാവുകാ യം രമൃതമനുപേതമേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവം പുത്രേരി തന്മയതയാം തരമോഭിനേതുസ്തം സർവമോദഹൃദയം മുനിമാനതുസ്മി യസ്ത്വാനുഭാവകിലസ്തൃതാനമേകമധ്യത്മദീപമതിഥീരഷതാം തമോന്ധം സംസാരിണാം ഘരണയാകപുരാണഗുഹ്യന്തം വ്യാസസൂനുമയാമിതുനം മുനീനാം നാരായണം നമസ്കൃത്യ നരഞ്ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയം ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭൃന്ദന്മായ രാമോഷപൂരുഷ ഭൂതയേ ഗുണാൻ ഷോഡശോഡശാത്മകസ്വരം ഗൃഹേഷ്ടു ഭഗവാൻ മധാംസി മേ നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമി തതേജസേ അമോജ്ഞാനമയം സൗമ്യാം യന്മുഖാംബുജാസം ശ്രീ ഗുരുവായൂരപ്പാ ശരണം ശ്രീ ഗുരുവായൂരപ്പാ ശരണം ശ്രീ ഗുരുവായൂരപ്പാ ശരണം ശ്രീ മഹാഗണപതേ ശരണം ശ്രീ മഹാഗണപതേ ശരണം ശ്രീ മഹാഗണപതേ ശരണം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ കോമളം ഗോജയൻ വേണം ശ്യാമളോയം കുമാരക വേദവൈജ്ഞം പരം ബ്രഹ്മഭാസതാം ഗുരുതോ മമ പീതാംബരം കരവിരാജിതങ്കചക്രകോമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസകായമതിസുന്ദരമന്തഹാസം പാദാലേശുവരിശം ഹൃദി ഭാവയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. അടുത്ത അധ്യായം സപ്തമസ്കന്ധ പ്രഹ്ലാദസ്തുതിയാണ്. സപ്തമ 9ാമത്തെ അധ്യായമാണ്. നാരദവാചാം ഏവം സനാദിയസ്തർവേ ബ്രഹ്മരുദ്രപരസ്തരാ നോ വേദമശകന്മന്യ സംരംഭം സുതിരാസുതം സാക്ഷാത് ശ്രീ പ്രേഷതാ ദേവി ദൃഷ്ട്വാ തന്മഹദദ്ഭുതം അദൃഷ്ടാശ്രിതപൂർവത്വാ സാ നോപേയായ ശങ്കിതാം പ്രഹ്ലാദം പ്രേഷയാമാദ ബ്രഹ്മാവസ്ഥിതമന്തികേ താതപ്രസമയോ വേഗി സവിത്രേ കുപിതം പ്രഭും തഥൈതി ജനകീരാജൻ മഹാവാംഗപദോദ്ഭവം ഉപേദ്വികായേന നാമധൃതാഞ്ജലി സ്വപാദമൂലേപദം തമദ്ഭവം ലോക്യദേവക്രമയാ പരിപ്ലുതം ഉത്ഥാപ്യ ദക്ഷിഷ്ണതരാംബുജം കാലാകി വിത്രസ്തതിയാം കൃതാഭയം തത്കരസ്പരിസദാഖിലാശിവം സമദ്യം വ്യക്തപരാത്മദർശനം തത്പാദമഗ്നം കൃതർവദോദോ ദുഷ്യത്തനും ഭിന്നകഥസ്ത്രലോചനം അസ്തോഷിദ്ധരിമേകാഗ്രമനസാസു സമാഹിതം പ്രേമകർത്തതയാ വാചാം കന്യസ്തകൃതേക്ഷരാം പ്രഹ്ലാദവാചം ബ്രഹ്മാദയസ്വരഗണാം മുനിയോധസിദ്ധാം സപ്തൈകദാനമതയോ വചസാം പ്രവാഹയ്യം നാരാദിതം പുരഗുണൈരധനാഭിപ്രോൻ കിം തോട്ടുമരുതസമേയ ഹരിരുഗ്രജാതേയം മന്യീതനാഭിജനരൂപതവസ്ത്രസൗജം തേജപ്രഭാബലപൗരുഷബുദ്ധിയോഗ നാരാദനായി വന്ദ്യപരസ്യം സോം വഹ്യാദോഷമഗമാൻ ജഗയൂഥവായാം വിപ്രാതുഷഗുണയദാദരവിന്ദനാഭ പാദാരവിന്ദവാൻ ശുഭജം വരിഷ്ഠം മന്യേതദർപ്പിതമനോപദരേകിതർത്ഥാം പ്രാണം പുനാദ് സകലം നദ ഭൂരിമാനം നൈവാത്മന പ്രഭുരയംജലാവപൂർണോ ആനന്ദനാദപതിശക്രണോ വൃണീതേൻ യജ്ഞഞ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യഥാമുഖശ്രീയ തസ്മാദകം വിഗത വിക്രമീശ്വരസ്യ സർവാത്മനാമനിർണാമേധാവനീഷം നീജോദയാം ഗുണവതർഗമനുപ്രവിഷ്ടാം ഭൂയേതകിഹിനികുമാരനുവർണ്ണിതേനാം സർവേജമേ വ്യതികരാത്മതത്വദം ബ്രഹ്മാദയോ മേ സതിജോദ്യജന്താം
ക്ഷേമായ ഭൂതയുതത്മസകായ തസ്യാം ക്രീഡിതം ഭഗവതോ രുചിരാപദാരയ്യാം യദ്ധ്യക്ഷമജ്ഞമതരശ്ചമതസ്ത്വയാദ്യാം മോദേന സാധനമൈ വൃശ്ചികദർപ്പഹത്യാം ലോകാന്തർമൃതിമൃതാം പ്രജന്തി സർവേ നൃസിംഹവിഭയായ ജനാസ്മരന്തീം നാമ്യവേമ്യജിത ധീതിഭയാനകസ്യാം ജുഹ്വാർക്കനേത്രമരുണീരപവഗ്രതം ട്രാൽ ആന്ത്രസ്ത്രജക്ഷതകേതരൻമുകർണാ നിർഹ്രാദഭീതദിഗ്ഭാദരിഭിന്നകദ്രാൽ ത്രസ്തോസ്മ്യഹം ഗ്രമണവത്സരം സംസാരജക്തനാഗ്രതാം പ്രണീതാം ബദ്ധസ്തകർമ്മഭിഷത്തമതിഘ്രിമൂലം പ്രീതോവർഗഹരണം യസ്മാത് പ്രിയാ പ്രിമയോഗസയോഗജന്മശോകദ്ദിനാം സകലയോനിഷുദജ്യമാനം ദുഃഖൗഷധത്തവ ഭൂമൻ ഭ്രമാമി വദമേതവദസ്യ യോഗം സ്വഹം പ്രിയസ്തുകൃതം പരിദീപദായാം യോഗാം ലീലാകതസ്തവനഗവിരിഞ്ഞഗീതാം അഞ്ചസ്തു ധർമ്മനഗണൻ ഗുണവിപ്രമുക്തോ ദുർഗാണിതേ പദയുഗാളേകം സ്വസംഗം ബാലസ്നേഹതരണം പിതനോദൃതംഗം നാർത്തസ്യാഗതമദന്യതമജ്ജതോനോ തപ്തസ്യ പ്രതിപദിഭ്യകാഞ്ജതഷ്ടത്താവദ്വിഭൂ തനുവതാം പുതുപേക്ഷിതാനാം യസ്മിന്യതോ എരുകേന യസ്തയസ്മാൽ യസ്മൈ ഹാദൃസ്തവരപ്പരോവാം ഭാവക്കരോതി വികരോതി മൃതസ്വഭാവം സഞ്ജോതിതത്തദഖിലം ഭവതസ്വരൂപം മഹയാമനസ്രതി കർമ്മമയം ബലീയം ഹൃതം കാനേന ചോദഗുണാനുമതേന പുംസാം ഛന്ദോമയം യദജാർപ്പിതചോടഹാരം സംസാരചക്രപദഭൂതിതരേ ത്വദന്യാം തത്വം നിത്യവിധർമ്മഗുണസ്ത്വതാംനാം കാനോവശീകൃതമസർജപസർഗശക്തേയാം ചക്രേയം ദൃഷ്ടമജേശ്വര ഷോഡഹാരേയാം നിഷ്പീഡ്യമാനോ മകർഷഭോ പ്രപന്നം നിഷ്ഠാമയാദിവോ ക്ലിശ്യമാനാം ആയുസ്ത്രിയോ ഉപേക്ഷജഞ്ജനോയം യസ്മത്പിതു കുപിതകാസവിതുർഭിതഭൂ നിസ്പൂജിതേന ലളിതാസ്വതുതേ നിരസ്താം തസ്മാദമൂത്തഹിമൃതാമഹമാശിനോജ്ഞാം ആയുസ്ത്രിയം ഭോവിന്ദ്രിയമാവിരിഞ്ചാൽ നേക്ഷാമിതേ ലളിതാടുരവിക്രമേണ കാലാത്മനോപദയമാം നിജഭൃത്യപാർശ്വം കുത്രാശിത ശ്രുതിസുഖാമകൃഷ്ണരൂപാം ഖ്വേദം കടേപരമശേഷമിതാം വിരോഹാം നുവിദ്യതേ അസുജനോയമേതി വിദ്വാൻ കാമാനനം മധുരമേ ശമയന്ദുരാവൈ ക്വാഹം രജപ്പവ പ്രഭവൈ സമോദികസ്മിൻ ജാതസ്തു ഹേതരകുലേ കുലവാനകമ്പാ നം ബ്രഹ്മണോ നദുപവസ്തവനമേ നദുഭവസ്യ നവൈരമായാം നം ബ്രഹ്മണോ നദുഭവസ്യ നവൈരമായായന്മേർപ്പിതം ശിരസി പത്മകര പ്രസാദാം നൈഷാപരാപരിപതിർഭവതോരിതസ്യാൽ ജന്തോ യദാത്മസുകൃതോ ജഗതസ്തഥാമി സംസേവയാ സുരതരോരിപദേ പ്രസാദ സേവാലോമതയോ നവരാപരത്വം ഇഹം ജനം നിപതിതം പ്രഭവാമി ഭൂമേ കാമാഭി കാമനീയപ്രദമൽ പ്രസംഗാൽ കൃത്വാത്മസ സുരരചനാം ഭഗവൻ ഗൃഹീതാം സ്വഹംസൃതേ തവൃത്യസേവാം മത്പ്രാണരക്ഷണപരന്തപദുർവദശ്ച മന്യേ സുമൃത്യുഷിവാക്യമൃതം വിഹാദം ഖഡ്ഗം പ്രഗർഗ്യ യജവോസുദ്ദുരിസ്തു ത്വാമീശ്വരോ മദവരോപദികം ഹരാമി ഏകത്വമേവ ജഗദേകമുശ്ചയത്വമദ്യന്തയോ പൃഥഗവസ്യതി മധ്യദശ്ചാം
സൃഷ്ട്വാ ഗുണപ്രതികരം നിജമായ അസ്യാം ധന്യേവ ധന്യേവ ദൈവസതസ്തദനു പ്രവിഷ്ട തുമ്മായിരം സദസതീജ ഭവന്തധന്യോ മായായതാത്മപരബുദ്ധിരിയം യവാർത്ഥ യജ്ഞസ്തു ജന്മോദരം തതിരീക്ഷണം ച അദ്വൈതദേവ വസുകാലവദഷ്ടിതർവോ നിശ്ചേതാത്മജഗദ്വലയംബുമധ്യേയം ശേഷൈത്മനാദുസുകാരമോ നിരീഹാം യോഗേനാം മീനദൃഗാത്മതമേനദിദ്യസ്തുജ്യേത്യസോദുതമോ ഗുണാന്തയുക്ഷേയം തസ്സേവദേയം വമരിതം നിധികാലസക്രിയാ സഞ്ജോലപ്രകൃതർമ്മനാത്മഗൂഢം അമ്പശ്ചലന്തനാൽ വിരമസ്തമാദേയം നാഭേരഭൂൽ സുഗണികാവടവൻ മഹാജ്യം തസ്സംഭവാം കമരുതം ത്വാമീയമാത്മകൃതം സ്വഭകൾ വിചിന്യ നാവിന്ദദർശതംസുനിമജ്യമാനോ യാതേംഗുരേ കഥമഹോപരവേദബീജം സത്വാത്മയോനി അതിവിസ്മൃതസ്തുതബ്ജം കാനേന തീവ്രതപസാ പരിശുദ്ധഭാവ ത്വാമാത്മനീശമവിന്ദവാദ സൂക്ഷ്മം ഭൂതേന്ദ്രിയാശയമയേ വിധനന്ദദർശ ഏവം സഹസ്രവദനം കൃശരക്കരോരു നാദസ്തകർണനൈനാഭരണായുധഢ്യം മായാമയം സതുപരക്ഷതന്യവേശം ദൃഷ്ട്വാ മഹാഭിഷമാമപദം വിരിഞ്ചാം തസ്മൈ ഭവാൻഘശരസ്തരിമന്തബിഭ്രൽ വേദദ്രുണാമതിപദോ അതിബലോപതലൈണവഖ്യോ ഹത്വാനയശ്രുതിഗണാം ത്രജസ്തമശ്ചാം സത്വം തവ പ്രിയതമാൻ തനുമാമനന്തി ഇത്ഥാനർദല്യ ഋഷിദേവധിഷാവതാരേയം ലോകാൻ വിഭാവേസ്തികം സജഗൽപ്രദീപാൻ ധർമ്മം മഹാപുരുഷവാസികാനുവൃത്തം ധന്നക്കലോ ഇതമാസ്ത്രിതോധ സത്വം നൈതന്മനസ്തവാം നൈതന്മനസ്തവകദാസുനികുണ്ഠനാഥാം സംപ്രീയതേ ദുർദഷ്ടവസാദീപ്രം കാമാദരം ഹർഷോഹവൈഷ ഭൈഷണാർത്ഥം തസ്മിൻ കഥം തവകതിം മൃഗാമിതീനാം ജിഹ്വേകദക്ഷണവർഷാവൃത്താം ഇഷ്ടാന്യദത്തകുതരം ശ്രവണം കുതച്ചിൽ ഘാനോന്യദത്തമദൃക്വജന്മദഗ്ധീയം ബഹ്യസ്തപദ്യമകേവതിം ലുനന്തി ഏവം സ്വകർമ്മപതിതം ഭോവൈതന്യാം അന്യോന്യജന്മമരണാസുരഭീതഭീതം പശ്യഞ്ജനം സുബരവിഗ്രഹവൈരമൈത്രം ഹന്തേ ഭാരതരവീമൂഢമദ്യ ഉന്വത്ര ദേഹിലപുരോ ഭഗവൻ പ്രയാത ഉത്താരണേ ഭവസംഭവരോപഹേതോ മൂഢേഷു വൈ ഭഗവനുഗ്രഹാം അർത്ഥബന്ധോ മൂഢേഷു വൈ മഹദനുഗ്രഹാം അർത്ഥബന്ധോ കിന്തേനതേ പ്രീതരാനസേവതല്ലാം ദൈവോദ്ദുരേ പരദുരത്യവൈതരണ്യാം തദ്വീരജായ്മാമൃതമഗ്രജിത്താം ശോധേ തതോ മുഖദേശ ഇന്ദ്രിയർത്ഥാം മായാസകായ പരമദ്വഗതോ വിമൂഢാൻ പ്രായണതയമറിയ സ്വവിമുക്തികാമാം മൗനം ചരന്തി വിജനേന പരർത്ഥനിഷ്ഠാ മൗനം നൈതാൻവിഹായ കൃപണാനുവക്ഷയേതോ ധന്യന്തദസ്യ ക്ഷണം ഭ്രമദോരവശ്യേ യന്മധുരാദി ഗൃഹമേത് സുഖം തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖ ദുഃഖം തൃപ്യന്തേ കൃപണാ ദുഃഖവാജാം കണ്ടൂതിവൻ മനസ്സിജം വിഷകേധീരാം മൗനോവ്രത ശ്രുതബോധ്യേസ്ത്വധർമ്മ
വ്യാഖ്യാരകോചവസ്മാദയാവമദ്യാം പ്രായപരം ത്വലിന്ദ്രിയാണാം വാർത്താം ഭവന്തു നവത്രദാംബികാനാം രൂപേ ഇമേ സദസദേനോ വേദദൃഷ്ടേയം ബീജാംബുരാനന്ദരൂപസ്യാം യുക്താസമക്ഷമയത്ര വിജിന്യതേ ത്വാം രൂപേ ഇമേ സദസദേനോ വേദദൃഷ്ടേയം ബീജാംബുരാനന്ദരൂപസ്യാം യുക്താസമക്ഷമയത്ര വിജിന്യതേ ത്വാം യോഗേന മന്യവ ദാരുണന്യതസ്യാൽ വായു അഗ്നിമപരുൽപൈതംബത്ര പ്രാണേന്ദ്രിയാണ ഹൃദയം തനുഗ്രഹശ്ചാം സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ അന്യത്വദസ്തവി മനോവചതാം നിരുക്തം നൈരേ ഗുണാനഗുണിനോ മഹദാദയോ സർവേ മനഃപ്രഭൃതയസ്തദേവമർത്യാ നൈനേ ഗുണാദഗുണിനോ മഹദാദയോ സർവേ മനഃപ്രഭൃതയ സഹദേവമർത്യാ അത്യന്തമന്തപരികാവിദന്തഹിത്വാം ഏവം വിമർശ്യ സുധിയോ വിരമന്തി ശബ്ദാൽ തത്തേരിതത്തമാം നമസ്തുതി കർമ്മപൂജാം കർമ്മസ്മൃതിസ്തരണയോ ശ്രവണം കഥായാം സംസേവയാം ത്വമിനേതി ഷഡംഗയാക്യം സംസേവയാം ത്വമിനേതി ഷഡംഗയാക്യം ഭക്തിം ജന പരമകം സദദൗ ലഭേദാം ഗുരുവായൂരപ്പ നാരായണ സംസേവയ ത്വമിനേതി ഭക്തിം ജന പരമകം സദദൗ ലഭേദാം നാരായണ നാരദൗവാച ഏതാവത് വർണ്ണേണോ ഭക്ര്യാ ഭക്തേന നിർഗുണം പ്രഹ്ലാദം പ്രണം പ്രീതോ ഹിതമന്യരഭാഷതാം ശ്രീഭഗവാനുവാച പ്രഹ്ലാദ ഭദ്രഭദ്രത്തെ പ്രീതോഹം തേ സുരോത്തമാം വരംപരീക്ഷാഭിമതം ഖമൂരസ്യ ഹന്ത്രണാം മാമപ്രീണതായുഷ്മൻ ദർശനം ദുർലഭം ഹിമേ ദൃഷ്ട്വാത്മാനം തത്വമനുഗതി പ്രണന്യതമാബ്ധീരാം ശ്രോവാമേന സാധവ ശ്രേയസ്കാമാ മഹാഭാഗാ സർവാസാമശാംഗതി എവം പ്രലോഭ്യമാനോ വിമഹി ലോകപ്രലോഭനീയം ഏകം ദിക്വാൽ ഭഗവതി നക്ഷത്താനസുരോത്തമ നാരായണം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ മഹാരഹസ്യംഗതായാം സപ്തമസ്കന്ധേ മഹാചരിതേ നഭസ്തവോ നാമ നവമോധ്യായാം തത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.